അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ആലിമീങ്ങളെ, എന്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നല്ലൊരു ദീനിന്റെ സദസ്സാണിത്. പാവം എന്റെ ഉപ്പയെപ്പോലുള്ള ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അവരിങ്ങനെ വിചാരിക്കും, ഏതാണ് ഈ മനുഷ്യന് പടച്ചവന് തലമറക്കാത്ത ഒരു പാൻറ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചെങ്ങായി, ഏതാണ് പടച്ചവനെ ഇത്? ഇയാൾ ഏത് ഭയമായിരിക്കും പറയാം. എന്റെ സഹോദരൻ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഇവിടെ ആളെ പേര് പറയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ. അപ്പൊ പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ ചെന്നാണ്ട് ഇറങ്ങിയേക്കാൻ എന്നോട് വെച്ച് എവിടെയാണ്? ഭാഗ്യത്തിന് നമ്മുടെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമായി. ഒരു ഉസ്താദ് വന്നല്ലോ ആ വീട്ടില്. ഇവരെന്താ പ്രതീക്ഷിച്ചത് എനിക്കറിയില്ല. ഏതായാലും എന്റെ മുന്നിലിരിക്കുന്ന ഈ രക്ഷിതാക്കൾക്ക് ഒരല്പം കുടുംബത്തെ പറ്റി പറഞ്ഞു തരാൻ ഞാൻ വന്നിട്ടുള്ളത്. അത് പറയാൻ ഞാൻ ആരാ എന്ന് ചില രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകും. ഞാനൊരു വാപ്പയാണ്, എനിക്ക് 3 മക്കളുണ്ട്. അതിലേറെ മക്കളുള്ള, അതിലേറെ പ്രായമുള്ള, പരിചയത്തുള്ള ആലിമീങ്ങളും ഉസ്താദുമാരും പണ്ഡിതന്മാരുമുള്ള സദസ്സാണ് ഇത് എന്ന് എനിക്കറിയാം. അവിടെ ഈ എളിയവന്റെ പ്രഭാഷണം എന്തിന് എന്ന് നിങ്ങളൊക്കെ ഇന്ന് ഒരല്പമെങ്കിലും സംശയിച്ചിട്ടുണ്ടാകും. 17 വർഷമായി കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, മൊബൈൽ ഫോൺ വിൽപ്പന, റിപ്പയറിങ്ങും, അത് കച്ചവടം, അതിനെ പഠിപ്പിക്കലും, അതിന് തൊഴിൽ കൊടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക്, ഒരു ബിസിനസ്സാണ് എനിക്ക്. ആ 17 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലുണ്ടായ അപകടങ്ങളെക്കുറിച്ചും അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും വീടുകളിലും പെൺകുട്ടികളും ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ അനിയന്മാരും പെങ്ങന്മാരും ഈ സാധനം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിച്ച് ദീനിന് പറ്റാത്ത, ഇസ്ലാമിന് അനുവദിക്കാൻ പറ്റാത്ത ഹറാമായ, അതിലപ്പുറം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു തോന്നൽ, ഇതെന്താ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയാണ് ഞാൻ കാര്യമായി ഇതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഓഡിയൻസ്, എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരെ പ്രത്യേകിച്ച്. ഇതിന്റെ പേര് ഇട്ടത് എന്തോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ കുറെ വൈകിട്ടൊക്കെ വന്നത്. വിഷ്വൽ മീഡിയ ദുരന്തമോ? ഇത് വിഷ്വൽ മീഡിയം പാവം നാടൻ ആൾക്കാർക്ക്, എന്റെ വല്യപ്പ ഉപ്പമാരാൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ദുരന്തം, അതിനെന്ത് ദുരന്തം? അതിന് സാധനം മനസ്സിലായില്ല, ദുരന്തം മനസ്സിലാവും, അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിട്ട പേര് ഇതേ കണ്ടോ, പച്ച മലയാളത്തിൽ, ഈ ലോകവും ഈ കുടുംബവും. ഇതാണിപ്പോ ഞാനിട്ട പേര്. അതൊരു പക്ഷേ കുറച്ചാൾക്കാർക്ക് മനസ്സിലായി. ഇഹലോകമല്ല, ഇത് പരലോകമല്ല, മൂന്നാമത്തെ ഒരു ലോകമാണ്. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇഹലോകത്തെപ്പറ്റി പരലോകത്തെപ്പറ്റിയും എത്രയോ പണ്ഡിതന്മാര് പ്രഭാഷണങ്ങൾ നടത്തി, അല്ലേ? എന്നാ ഇത് അത് രണ്ടും അല്ലാത്തൊരു ലോകം, മൂന്നാം ഒരു ലോകം. ആ ലോകത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അഥവാ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ലോകമല്ല, അപ്പൊ 4ാമത്തെ ലോകം. പിന്നെ ആലമുൽ അർവാഹ്, അത് വേറൊരു ലോകം, അതുമല്ല. ഇതൊന്നും അല്ലാത്തൊരു ലോകം, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു ലോകം. അതിനെപ്പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ ലോകം ഇലക്ട്രോണിക്സ് ലോകം, ഈ കുടുംബം ഇലക്ട്രോണിക്സ് കുടുംബം, അതാണ് ആ വിഷയത്തിന്റെ പേര്. ഇനി നമുക്കത് വിശദമായി പറയുമ്പോൾ എന്തിനീ ക്ലാസ് എന്നൊന്ന് പറയട്ടെ. ഒരു പത്രത്തിലെ കട്ടിങ്ങാണ്, അല്ലെങ്കിൽ വായിക്കണ്ടട്ടെ, ഞാൻ പറഞ്ഞുതരുന്നു. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പകർത്തിയ പത്രക്കട്ടിങ്, അതിലെന്താണ്, 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി, ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, മക്കളെ കിടത്തി ഉറക്കി, കാമുകനുമായി ഭാര്യ ഒളിച്ചോടി, മകളെ പീഡിപ്പിച്ചു, മകൾ അങ്ങണ്ടാക്കി ഇങ്ങണ്ടാക്കി, ഇനി പറയുന്നില്ല, ഇത് അടുത്ത പേജ് വരുന്നുണ്ട്. വീണ്ടും അത് തന്നെ, 16കാരിയെ തട്ടിക്കൊണ്ടുപോയി, 13കാരിയെ തട്ടിക്കൊണ്ടുപോയി, 17കാരിയെ തട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടി. എന്റെ ക്ലാസ് യാ അയ്യുഹന്നാസിനാണ് കേട്ടോ, സംഘടനയ്ക്കല്ല, മുസ്ലിമിനല്ല, ഹിന്ദുവിനല്ല, മനുഷ്യർക്കാണ് ഞാൻ ഈ ക്ലാസ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളെ പരിസരത്തുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളതാണ് എന്റെ ക്ലാസ്. ഖുർആൻ ഇറക്കിയത് അങ്ങനെ തന്നെയാണല്ലോ, മുസ്ലിങ്ങൾക്കല്ലല്ലോ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ആരോ തെറ്റിദ്ധരിച്ചതാണ് മുസ്ലിങ്ങൾക്കാണ് ഈ ഖുർആൻ. ഒന്നുമല്ല, പറയട്ടെ, അമുഖമായി പറഞ്ഞതേ ഉള്ളൂ.
അപ്പൊ മനുഷ്യർക്കാണ് ഈ ക്ലാസ്. ഇതേ വീണ്ടും വരുന്ന അടുത്ത പത്രക്കട്ടിങ് വന്നു, 18-കാരിയെ ബലാത്സംഗം ചെയ്ത് 13-കാരിയെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ നമ്മുടെ പെങ്ങന്മാരാണ് കേട്ടോ, അങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ പെങ്ങന്മാർ അധികവും പെൺകുട്ടികളുടെ കേസാണ്. ഇത് അടുത്ത കഴിഞ്ഞും വരുന്നു. അടുത്ത പേജ്. ഉമ്മയെ കുത്തിക്കൊന്നു, വാപ്പയെ കുത്തിക്കൊന്നു, ഏട്ടനെ കുത്തിക്കൊന്ന്, അങ്ങനെയാണ് വന്നിട്ട് പത്രത്തിൽ വന്നതാണ്. നിങ്ങളും ഞാനൊക്കെ വായിച്ചു മറന്നതാണ്. 14-കാരി വീണ്ടും ഒളിച്ചോടി സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ വരട്ടെ. അടുത്തതുണ്ട്, വീണ്ടും ഉണ്ട്. ഏകദേശം അവസാനിപ്പിക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും എത്ര ഉണ്ടാവും ഇപ്പൊ അളക്കാം നമുക്ക്. ഇതേ വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. ഓരോ പേജുകൾ ഞാൻ മറക്കുകയാണ്. അതിന്റെ സീരിയസ്നെസ് അവസാനം അവിടെ കട്ടെ. ഈ കണക്കിന്ന് ഇപ്പൊ നിങ്ങൾ ഈ പത്രത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷം 2014 ഡിസംബർ വരെയുള്ള 11 മാസത്തെ കണക്കാണ് കേട്ടോ ഇതുവരെ വന്നത്. അതെല്ലാം കൂടി എടുത്ത് സംഘടിപ്പിച്ച് നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തേക്ക് വന്നു. കണ്ടോളൂ ആ കണക്ക് എന്താണ്. കേരളത്തിൽ മാത്രം 11 മാസത്തിന്റെ ഉള്ളിൽ 664 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഒളിച്ചോടി. ഒരാളും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. നമ്മൾ പത്രത്തിൽ വായിച്ചതൊക്കെ ശുദ്ധ നുണയാണ്. ഒരു പെൺകുട്ടിയെയും ഇവിടെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല. പെൺകുട്ടി ഇറങ്ങിപ്പോയതാണ്. തട്ടിക്കൊണ്ടു പോണേ ഒരു ചാക്കിലിടണം, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടിയിട്ട് വല്ല ബസ്സിന്റെ മുകളിൽ ലോറിയിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെയും തട്ടിക്കൊണ്ടുപോകല്. അല്ലെങ്കിൽ ഒരു തോക്ക് കാണിച്ചിട്ട് ചൂണ്ടിയിട്ട് പറയും ഇറങ്ങിക്കോ എന്റെ കൂടെ, ഇപ്പറയില്ല എന്നെ വെടിവെക്കും. അങ്ങനെയും സംഭവിച്ചിട്ടില്ല. ആ കണക്ക് എന്റെ അടുത്തില്ല. ഞാൻ കേട്ടിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ അടുത്തുള്ളത് കഴിഞ്ഞ 11 മാസം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളുടെയും നമ്മുടെ രക്ഷിതാക്കളുടെ എന്റെയും നിങ്ങളുടെയും മക്കളെ പെങ്ങന്മാരെ 664 പെൺകുട്ടികൾ ഒളിച്ചോടി. എവിടേക്ക്, എങ്ങനെ, എപ്പോ, എന്തിന്? നാളെ അടുത്ത വർഷം നമ്മുടെ ഈ കുടുംബത്തിലെ ആൾക്കാരും ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തിൽ. ഇല്ലാതിരിക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. 664 പെൺകുട്ടികളെ ഇതുപോലെ ഓടിയപ്പം പാവം രക്ഷിതാക്കള് പോലീസിൽ പരാതി കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. എത്ര എണ്ണത്തിനെ? 601. 601 പേരെ, 63 പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അവർ ആത്മഹത്യ ചെയ്തു, മരണപ്പെട്ടു. അപ്പൊ 600 ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു. മാഷാ അല്ലാഹ്, തിരിച്ചു കിട്ടിയല്ലോ രക്ഷിതാക്കൾക്ക്. എന്നാൽ അതിലെ 300 പേര് ഇന്ന് ഭ്രാന്തികളാണ്. മാനസിക നിലത്തെത്തിയൊരു നിമിഷവും ആത്മഹത്യ വക്കിലാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് അവർ പോയത്? അവര് ഒളിച്ചോടാനുള്ള സർട്ടിഫിക്കറ്റ് രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്ത മൾട്ടിമീഡിയ ഇന്നത്തെ തോണ്ടിക്കളിക്കുന്ന പ്രേമിക്കാനുള്ള സർട്ടിഫിക്കറ്റായ മൊബൈൽ ഫോൺ വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഇവിടെ പറഞ്ഞത്. കാമുകനുമായി പ്രേമിക്കാൻ രക്ഷിതാക്കൾ, നിസ്കാരത്തയമ്പുള്ള എന്റെ ഉപ്പയെ പോലെ നിങ്ങളെപ്പോലെ പള്ളിയിൽ 5 വക്ത് നിസ്കരിക്കുന്ന നമ്മൾ മകൾക്ക് പ്രേമിക്കാൻ കാമുകനുമായി ഒളിച്ചോടാനുള്ള എല്ലാ സൗകര്യവും വീട്ടിൽ ഒരുക്കി കൊടുത്തത് രക്ഷിതാക്കളായ ഞാനും നിങ്ങളും ഉമ്മയും എന്റെ മകളും. അങ്ങനെ ആ കുട്ടി ഒളിച്ചോടിയത്. ആ കുട്ടിയെ കുറ്റം പറയരുത്. ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയരുത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഒരു പ്രതിവിധി? എന്താണ്? ഏറ്റവും നന്നായി പ്രേമിക്കാൻ പറ്റിയ സാധനമാണ് മൊബൈൽ ഫോൺ. ഇവലും പ്രേമിക്കാനുള്ള കുട്ടികളെങ്കിലും പഠിക്കട്ടെ. ഇവിടെ അധികം കുട്ടികളല്ല, കുട്ടികളാരും വരില്ല എന്നിട്ട്. കാരണം എനിക്കറിയാം ആ ഒരു കുട്ടികളും ഈ ക്ലാസ്സിന് ഈ പാവം നല്ല കാരണവന്മാരും പള്ളിയിലൊക്കെ പോകുന്ന നല്ല മനുഷ്യന്മാരെ ഇവിടെ വരുള്ളൂ. ഇതിന്റെ ദുരുപയോഗത്തെപ്പറ്റി പഠിക്കാൻ ആരും യഥാർത്ഥത്തിൽ വരില്ല. കാരണം അങ്ങനെയാ ഈ ടോപ്പിക്, ഈ വിഷയം അങ്ങനെയാണ്. ലഹരിയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കും ഞാൻ, ബോർഡ് വെക്കും. ഒക്കെ നല്ല മനുഷ്യന്മാർ 5 വക്ത് നിസ്കരിക്കണം ഭർത്താവിനെ പേടിയുള്ള ആൾക്കാർ മുന്നിൽ വന്നിരിക്കും. ഒരു എന്ത് ലഹരിയ, ഒരു എന്ത് കള്ളാണ്. വരാത്ത ആൾക്കാർക്കാണ് ക്ലാസ്. ആർക്കാ ഞാൻ ക്ലാസ് കൊടുക്കണം? കണ്ടെത്താണില്ല. എന്റെ മഹലിൽ ഉസ്താദ് ജുമായിട്ട് കഴിഞ്ഞേക്ക് തന്നെ അങ്ങോട്ട് ചീത്ത പറയും. ആരെ? നേരത്തെ വന്നവരെ. നേരത്തെ വരാത്തതിനെ ചീത്ത പറഞ്ഞത് കേൾക്കുന്ന ഒക്കെ നേരത്തെ വന്ന പാവം പേടിച്ച് ഇടങ്ങാറായി 2 ജ്യൂസ് 3 ജ്യൂസ് ഓതി ആകെ കൂടി കണ്ണിൽ തോര പോലെ വെള്ളം നിറഞ്ഞിരിക്കണ അവരെ ഉസ്താദ് പിന്നെ ചീത്ത പറയും. നിങ്ങൾ അങ്ങനത്തെവരാണ്, നിങ്ങൾ ഇങ്ങനത്തെവരാണ്, നിങ്ങൾ എന്താ അങ്ങനെ? ഈ പാവം ബാക്കിയുള്ളവരൊക്കെ പോയി. അവര് വൈകി വന്നു, നേരത്തെ പോയി വീട്ടിൽ ചോറിന്ന് കഴിക്കുകയാണ് ടിവിന്റെ മുമ്പിൽ. അവരെയാണ് ഉസ്താദ് ഇവിടുന്ന് ചീത്താറുന്നത് കേൾക്കുന്നത് മുഴുവൻ. ഈ പാവ നിസ്കാരത്തായുമുള്ള നല്ല മനുഷ്യന്മാരെ എത്തപ്പത് കഥ. അല്ല, ഞാൻ ആലോചിച്ച കാര്യം കേട്ടോ, നിങ്ങൾ എത്രത്തോളം ചിന്തിച്ചെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്ലാസ്സിലും വരല ഈ പാവം നല്ല മനുഷ്യന്മാര്. അപ്പൊ ഈ കൂടിയിരിക്കുന്ന എന്റെ മുന്നിലുള്ള രക്ഷിതാക്കളോടല്ല ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നത്. ഇങ്ങോട്ട് വരാതെ വളരെ അകലെ നിന്ന് അല്പമെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട്, ഇല്ലെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുമക്കളോട്. അതിനാ പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾക്കല്ല ഈ ക്ലാസ്. എനിക്ക് ഈ ക്ലാസ് ഒന്നും വേണ്ട. ഓക്കെ. അപ്പൊ 600 കുട്ടികളെ മാഷാ അല്ലാഹ് തിരിച്ചു കൊണ്ടുവന്നതിൽ 300 ഭ്രാന്തികളാണ് സമനില തെറ്റിയിരിക്കുക. എങ്ങനെ തെറ്റിയത് പഠിച്ചു.
ഞാനൊരു സൈബർ സെല്ലിലും പോലീസിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ട്, ഞാൻ പോലീസുകാരനൊന്നല്ലേ, പക്ഷെ അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ കണക്കുകൾ നമുക്കിങ്ങനെ കിട്ടും. സൈബർ സെല്ലിൽ ഇപ്പൊ നാളെ ക്ലാസ് ഉണ്ട്. ഞാനും പോലീസുമായിട്ട് നല്ല ബന്ധമാണ്. നമ്മുടെ ഈ ടെക്നോളജി, ഞാൻ എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. എന്റെ ഈ സന്ദേശം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, പോലീസുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. വേണമല്ലോ, അങ്ങനെ കള്ളനെ കുറെ പിടിക്കാമല്ലോ, ഞാനുണ്ട്, പറഞ്ഞു തരാം. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കണക്ക് പ്രകാരം 600-ൽ 300 പേര് സമനില തെറ്റിയത് എന്താണ്, എങ്ങനെയാണ് അവരുടെ മാനസിക നില തെറ്റി ഭ്രാന്തിയായത് ആ പെൺകുട്ടികൾ എങ്ങനെയാണ് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക്. ഇവർ ഒളിച്ചോടിയപ്പം അവരുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാമുകന്മാർ പല രഹസ്യ ഫോട്ടോസും നഗ്ന ഫോട്ടോസും എടുത്തിരുന്നു. ഈ ഫോട്ടോസുകളൊക്കെ കമ്പ്യൂട്ടറിലും പത്രത്തിലും അങ്ങ് പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിന് പൊതുജനത്തിലേക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട പാവം രക്ഷിതാക്കളുടെ മാനസിക നില തെറ്റി, പെൺകുട്ടിയുടെയും മാനസിക നില തെറ്റി. അങ്ങനെ ഈ കുട്ടി പറയാണ്, ഞാൻ ഇനി മരിക്കുകയാണോ, എനിക്കിനി ഒരു ജീവിതം വേണ്ട. ഉറപ്പല്ലേ? ഇനി മരിച്ചിട്ടില്ല, ബാക്കി 300 മരിക്കാൻ പോകുന്നു. ബാക്കി 300 മരിക്കാത്തവര്, അവർക്ക് ഒരു കുടുംബം നിങ്ങൾ ശരിയാക്കി കൊടുക്കും. ഒരു ഭർത്താവിനെ നിങ്ങൾ കണ്ടത് ഏത് ആൺകുട്ടിയായിരിക്കും അവളെ കെട്ടാൻ വരിക? ആ ചീത്തപ്പേര് ആ കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോകുമോ? ഇതൊന്നും നമ്മൾ ഓർക്കില്ല. ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി ഓർക്കുവോ? ഓർക്കുന്നില്ല. ഇതിങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും, വല്ലാത്തൊരു പെൺകുട്ടി കേട്ടോ, അത് ചെയ്തല്ല അവൾ, എത്ര പോലെ എന്താ ഈ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു അഭ്യർത്ഥന, നാളെ ആ കുട്ടി വലുതാകും, അവളൊരു ഉമ്മയാകും, ഒരു അമ്മയാകും, ഒരു മാതാവാകും. അവളും തന്റെ സ്വന്തം ഭർത്താവിനെ ഉറക്കിക്കിടത്തി അല്ലെങ്കിൽ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് ഒരു ദിവസം അവളും പോകും അടുത്ത കാമുകനെ തേടി. ഇതാ ഇന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കണക്ക് കിട്ടി. 2013 ഓടിപ്പോയവരൊക്കെ തിരിച്ച് 2012 ഇത് ഓടാൻ തുടങ്ങി 2002 മുതൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2002-ലും 2003-ലൊക്കെ പെൺകുട്ടികൾ ഓടി. ഇന്നവര് പ്രായപൂർത്തിയായി. മരിക്കാതെ അവശേഷിക്കുന്നവർക്കൊക്കെ നല്ലൊരു കുടുംബമായി. ആ കുടുംബത്തിലെ ഭർത്താവിനെ കിടത്തിക്കൊണ്ട്, സ്വന്തം മക്കളെ ഉറക്കിക്കിടത്തിക്കൊണ്ട് തന്റെ കാമുകന്റെ കൂടെ പോയവരുടെ കണക്ക് കണ്ടോ? 2886 അമ്മമാര്. നേരത്തെ കണ്ടത് എത്രയാണ്? വെറും 600 ചില്ലോനം പെൺകുട്ടികളെ ഒളിച്ചോടിയിട്ടുള്ളൂ. എന്നാൽ ബുദ്ധിയും തന്റെ ഇടവുമുള്ള, ഭർത്താവുള്ള, കുട്ടികളുള്ള, പാവം വിദേശത്ത് ജോലി ഭർത്താവിനോട് പറയാതെ കാമുകന്റെ കൂടെ ഒളിച്ചോടിയ അമ്മമാരുടെ ഉമ്മമാരുടെ കണക്കാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതിൽ മുസ്ലിം ഏത് ക്രിസ്ത്യാനി ഏതെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യരുടെ കണക്കാണ് കാണുന്നത്. അതിൽ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളും ചോരയും ഉണ്ടാകും. എങ്ങനെ ഇത് സംഭവിച്ചത്? കണക്കെടുത്തു. വീണ്ടും പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം കണക്കെടുത്തു. കിട്ടിയ കണക്ക് എന്താണ്? ഈ 2868 അമ്മമാർക്കും തന്റെ സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നും നല്ല ഒരു പ്രേമിക്കാനുള്ള ഒരു മൾട്ടിമീഡിയ ഫോൺ അങ്ങ് കൊടുത്തു. ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മോള് അല്ല, ഈ ഭാര്യ തോണ്ടാൻ തുടങ്ങി. തോണ്ടി ഭർത്താവിന് തോണ്ടി, അയൽപ്പക്കത്ത് തോണ്ടി, മുസ്തഫാക്കും അരവിന്ദനും ജോസഫിനും ഒക്കെ തോണ്ടി. അങ്ങനെ തോണ്ടി ഇവരങ്ങനെ രക്ഷപ്പെട്ടു. ആ ഭർത്താക്കന്മാരെ, ആ ഭാര്യമാരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു രക്ഷിതാവും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഒരു ഭർത്താവും ഇതുവരെ എന്റെ ഭാര്യയെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടില്ല. 2860 ഇപ്പോഴും അനാഥ പ്രേതം പോലെ അങ്ങ് റെഡ് സീറ്റിലേക്ക് വന്ന തെരുവിൽ ബോംബെയിൽ 1000-ഓളം ആളുകളുണ്ടെന്നും ഡൽഹിയിലെ ചുവന്ന തെരുവിലും ഇതുപോലെ 500-ലധികമുണ്ടെന്നും ബാക്കിയൊക്കെ വിദേശത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കേരളത്തിൽ മാത്രം വന്ന ഉമ്മമാരിൽ നിന്നും കിട്ടിയത്. അവർക്ക് വേണ്ടി ആരും പൊട്ടിക്കരഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി അവരെ രക്ഷിതാക്കൾ അന്വേഷിച്ചിട്ടില്ല, ഭർത്താവ് അന്വേഷിച്ചിട്ടില്ല. പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ കിണറ്റിലിട്ടിട്ടാ പോയിട്ടുള്ളത്. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. അതൊക്കെ പറയുന്നത് തെളിവുകൾ സഹിതാണ്. ഇനി ഒരു ദുരന്തം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിനാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസിന്റെ ആമുഖം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതൊന്ന് മുഴുവൻ പറയില്ല കേട്ടോ, കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് നിർത്തും. കാരണം വളരെ വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരുപാട് സമയം ഇരുത്താൻ പാടില്ല. അതുകൊണ്ട് വളരെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. എന്താണ് ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് ഇതിനൊരു പോംവഴി? അതിന്റെ ഒരു സൊല്യൂഷൻ, ഒരു പ്രതിവിധിയും കൂടി പറഞ്ഞ് ഞാൻ എന്റെ അടുത്ത സ്ലൈഡുകളെ കാണിക്കും. വളരെ ഈസിയാണ്. ഈ അമ്മമാരായത് നേരത്തെ മക്കളായിരുന്നു. ആ മക്കൾക്കും കുറെ അമ്മയും ഉമ്മയും ഉണ്ടായിരുന്നു, അല്ലേ? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചത് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഉമ്മ എനിക്ക് അമ്മിഞ്ഞ പാല് തന്ന് താരാട്ട് പാട്ട് പാടി ഉറക്കി എന്റെ അമ്മയുടെ മടിയിൽ ഞാൻ മലമൂത്ര വിസർജനം നടത്തി
പാതിര നേരത്ത് പാവം ഉമ്മ ഉണർന്ന് വീണ്ടും എന്നെ കഴുകി വൃത്തിയാക്കി ഒരു വെളുത്ത മുണ്ട് വിരിച്ചെന്നെ വീണ്ടും ഉറക്കി അതിൽ വീണ്ടും ഞാൻ മലമൂത്ര വിസർജനം നടത്തി. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഉണ്ടാവില്ല. അതിന്റെ പേരാണ് സ്നേഹം. അത് ഉമ്മ വേണ്ടുവോൾക്ക്, അമ്മ മാതാവും പിതാവും വേണ്ടുവോളം മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർമ്മ തൊട്ട നാള് മുതൽ 5ാമത്തെ വയസ്സ് മുതൽ അഥവാ 1ാം ക്ലാസ് തൊട്ട് ഉമ്മയും ഉപ്പയും മക്കളെ സ്നേഹിക്കുന്നത് പകരം മക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ, സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സമ്മതിക്കൂലട്ടോ. ഇവിടെ ഇരിക്കുന്ന കാരണവരൊക്കെ ഇപ്പൊ എന്താ ഇയാൾ ഈ പറയുന്നത്, മക്കളെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത്. 1 മുതൽ 5 വരെ വയസ്സിൽ സ്നേഹിച്ചിട്ടുണ്ട്, നന്നായി സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മല്ല, എനിക്ക് ഓർമ്മല്ല, ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അത് മുതൽ പിന്നെ ഇല്ല, നിർത്തി. 1ാം ക്ലാസ്സിൽ പോയപ്പോ നിർത്തി, 2ൽ പോയപ്പോ നിർത്തി, 3ൽ അപ്പം നിർത്തി. ആദ്യം പറഞ്ഞ് ഹായ് എന്റെ മോളെ കരളെ കഷ്ണമേ അറിഞ്ഞ്, 2ാം ക്ലാസ്സിലെത്തിയപ്പോ ഹായ് മോളെ അറിഞ്ഞ്, 3ാം ക്ലാസ്സിലെത്തിയപ്പോ ഹായ് എന്ന് പറഞ്ഞ്, 4ാം ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞു, 5ലൊക്കെ പോടി അങ്ങോടി ഇങ്ങനത്തോടി ഇങ്ങനത്തോടി കിട്ടി. അപ്പൊ ഈ സാധനമൊക്കെ മാറി. പെൺകുട്ടികൾ ഇപ്പോൾ സദസ്സിലുണ്ടാവും, അവർക്ക് മനസ്സിലാവും. എന്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ കഥ ഞാൻ അവസാനം പറഞ്ഞു തരും, വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ മൈക്കിന്റെ മുൻപിൽ നിന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് കാണിച്ചു തന്നത് മാത്രമേ ഇവിടെ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അത് ഇൻഷാ അല്ലാഹ് അവസാനം പറയും. അപ്പൊ 2ാം ക്ലാസ്സിലെത്തി, 3ാം ക്ലാസ്സിലെത്തി മിണ്ടുന്നില്ല, 5ാം ക്ലാസ്സിലെത്തി മിണ്ടുന്നില്ല. എന്റെ കുട്ടിയാണെന്ന് പറയില്ല, ഒരു ഹാൻഡ് ഷേക്ക് ഇല്ല, ഒരു കൈ കൊടുക്കൂല. നീ മിടുക്കിയാണടി, നീ അങ്ങനത്തെ പറയില്ല. മക്കൾക്ക് വേണ്ടി ഒപ്പം ഇരുന്ന് കൊണ്ടൊരു പ്രാർത്ഥന, ഒരു ദ്വാ ഇല്ല, സീരിയലാണ്, പോയി, അതും പോയി. അതിനൊന്നും ഉമ്മക്ക് നേരമില്ല. ഉമ്മ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വെക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഓതുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി തന്റെ തോളിൽ പിടിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുമോൻ നല്ല കുട്ടിയാക്കി വളരണം കേട്ടോ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും ഉമ്മയുടെയും ഉപ്പയുടെയും കൈകൾ എന്റെ മുടിന്റെ ഇടയിലൂടെ അങ്ങ് ഇട്ട് കയറ്റി വച്ചിട്ട് എന്നോട് പറയും എന്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്നും പറഞ്ഞ് അങ്ങ് കരയും. കാരണം വീട്ടിൽ പട്ടിണിയായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും വയറു നിറയെ തിന്നാനില്ലാത്തത് കൊണ്ട് അയൽപ്പക്കത്ത് പോയി കൈ കാണിച്ചിട്ടുണ്ട്, ഇറന്നിട്ടുണ്ട്. ഞാൻ പച്ചക്ക് പറയും, ഇനി എനിക്കൊന്നും കണക്കാക്കണ്ട. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും മറന്നിട്ടില്ല. പാതിര നേരത്ത് 4 മണിക്ക് ഉണർന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവ് 4 ജുസ് അങ്ങ് ഓതിക്കഴിഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കരയും. ആ പൊട്ടിക്കരച്ചിലിന്റെ ഒറ്റക്കെട്ടാ ഞാൻ സുബഹിക്ക് ഉണരാറുള്ളത്. എനിക്ക് വെറും 9 വയസ്സ് 8 വയസ്സ് ആ സമയത്ത്. എന്നിട്ട് എന്റെ പിതാവ് ചോദിക്കും, എന്തായാലും നീ വന്നില്ലടാ സുബഹി നിസ്കരിച്ചോ. ഇന്ന് എത്ര പിതാക്കന്മാർ ഇന്ന് വീട്ടിൽ മക്കളോട് ഇത് പറയുന്നുണ്ട്. എന്റെ ഉപ്പനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങ് ഓത് കഴിഞ്ഞിട്ടുള്ള ഒരു ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പിതാവ്, പടച്ചവനെ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ, അവരെ പട്ടിണി മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ. അവരെ പട്ടിണി നീ മാറ്റണേ, അവരിലൂടെ നീ മനുഷ്യരുടെ പട്ടിണി മാറ്റിക്കൊടുക്കണേ. പച്ച മലയാളത്തിൽ എന്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നും കേൾക്കും, ഒരു ദിവസമല്ല. പ്രിയപ്പെട്ട മാതാവ് എന്റെ ഉമ്മ 1ാം ക്ലാസ് മുതൽ എന്റെ എത്രത്തോളം പഠിച്ചോ മരിക്കുന്നത് വരെ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കവിളിലും നെറ്റിയിലും ചുംബനങ്ങൾ തന്ന് ഒരു ഹാൻഡ് ഷേക്ക് തന്നിട്ട് പറയും, മോനെ നന്നായി പഠിച്ചുവാടാം. അത് 1ാം ക്ലാസ് കിട്ടി, 2ൽ കിട്ടി, 3ൽ കിട്ടി, 10 വരെ എനിക്ക് കിട്ടി, 10ാം ക്ലാസ് വരെ എനിക്ക് കിട്ടി. ആ ചുടു ചുംബനം ഒരു നേരവും എന്റെ പ്രിയപ്പെട്ട മാതാവിനെ കവിളിൽ തുമ്പിക്കാത്ത ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. എനിക്ക് തിരിച്ചും അങ്ങോട്ടും. അതിന്റെ പേര് സ്നേഹം. ഞാൻ മറന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ ചോദിക്കുകയാണെന്ന് ഒരു ഉദാഹരണം ചോദിക്കുക. പ്രായം ചെന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 18ാം ക്ലാസ് 18ലും 10ലും പഠിക്കുന്ന കുട്ടികളെ, എത്ര കുട്ടികളെ രക്ഷിതാക്കൾ ഹാൻഡ് ഷേക്ക്, ഒരു ആലിംഗനം കൊടുത്തിട്ടുണ്ട്, ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് നിങ്ങളുടെ കണ്ണിൽ നിന്ന് അറിയും. ഈ കഴിഞ്ഞ മാസം ഞാനൊരു ക്യാമ്പിന് പോയി. 10ാം ക്ലാസ്സുകാരുടെ ക്യാമ്പാ, പരീക്ഷക്കടുത്തിട്ട് പരീക്ഷയുടെ ഒരു കോച്ചിങ് ക്യാമ്പാ. ആ ക്യാമ്പിൽ 400 മക്കളുണ്ടായിരുന്നു. 200 പെൺകുട്ടികളും 200 ആൺകുട്ടികളും ഇരിക്കുന്ന അവിടേക്ക് പോയി എങ്ങനെ നന്നായി രക്ഷപ്പെടാം, 10 A+ എങ്ങനെ വാങ്ങാം, അങ്ങനത്തെ ക്ലാസ് കൊടുക്കാനും പോകും. പിന്നെ രക്ഷിതാക്കളെ എങ്ങനെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള ക്ലാസും കൊടുക്കും. അങ്ങനെ ഞാൻ ആദ്യം ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കളെ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വാർത്തയറിഞ്ഞപ്പോ പ്രിയപ്പെട്ട മാതാവിന്റെ ആലിംഗനം കിട്ടിയ, ഒരു ഹാൻഡ്ഷേക്ക് കിട്ടിയ, കവിളിൽ തന്ന പൊന്നുമ്മയുണ്ടോ ഇന്ന് വീട്ടിൽ, നിങ്ങൾ കൈയൊന്ന് പൊന്തിച്ചോ. 400 കുട്ടിയുടെ എത്രണ്ണം പൊന്തിട്ടുണ്ടാവും? ഇപ്പൊ ഒരു ഊഹം നിങ്ങളുടെ മനസ്സിൽ 400 കുട്ടികളോട് ഞാൻ ചോദിച്ചു, 10ാം ക്ലാസ് ആണിനോടും പെണ്ണിനോടും.
10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വാർത്തയറിഞ്ഞപ്പോൾ ഹാൻഡ് ഷേക്ക് ഒരു കൈ കൊടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മകളെ, എന്റെ പ്രിയപ്പെട്ട മകനെ, നീ നല്ല കുട്ടിയാണ്, കൺഗ്രാറ്റുലേഷൻ, മിടുക്കി എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ച ഒരു കിസ് കവിളിൽ തന്ന മുഞ്ഞു മക്കളെ നിങ്ങളുടെ ഉമ്മേന്റെ അടുത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈയൊന്ന് പൊന്തിക്കോ. എത്ര പൊന്തിയിട്ടുണ്ടാവും? സുബ്ഹാനല്ലാഹ്, ഒറ്റൊന്നും പൊന്തില്ല. ഒരു കുട്ടിയുടെ കയ്യും പൊന്തില്ല. അപ്പുറത്തിരുന്ന കുറെ ഉമ്മമാര് എന്ന് പറഞ്ഞ തലങ്ങ് താഴ്ത്തി. കാരണം അവർ യാത്രയാക്കാൻ വന്നത്, അവിടേക്ക് കൊണ്ടുവന്ന് വന്നിട്ട് കുറെ ഉമ്മമാരുണ്ട്. ഉമ്മേനോട് വാപ്പല്ല, അവരിങ്ങനെ തനി കൈ ഞാൻ കണ്ടു ഇങ്ങനെ വെച്ച് ഒരു കുട്ടി കൈയൊന്തിക്കേക്ക്. അടുത്ത എന്റെ ചോദ്യം അതല്ലായിരുന്നു. ഈ സദസ്സിലേക്ക്, ഈ ക്യാമ്പിലേക്ക്, പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ യാത്രയാക്കുമ്പോൾ നിങ്ങളുടെ പൊന്നുമ്മ നിങ്ങൾക്കൊരു കൈ തന്നുകൊണ്ട് പുറത്തൊന്ന് തട്ടിക്കൊട്ടിക്കൊണ്ട് നിങ്ങളുടെ കവിളിലൊരു കിസ് തന്നുകൊണ്ട് മോളെ മോനെ നീ പഠിച്ചു മിടുക്കനായി വാ കേട്ടോ, നല്ല കുട്ടിയായി എന്നൊരു ഉപദേശം തന്നൊരു ആലിംഗനം തന്ന കുഞ്ഞുമക്കളെ നിങ്ങളെ കൈയൊന്നും പൊന്തിക്കോ? എത്ര പൊന്തിട്ടുണ്ടാവും? ഒന്നും പൊന്തില്ല. നേരെ എത്ര ഉമ്മാക്കും വാപ്പാക്കും ഇതിലൊന്നും. അടുക്കളയിൽ വലിയ തിരക്കാണ്. ടിവിന്റെ മുന്നിൽ അതിലേറെ തിരക്ക, വാട്സപ്പിലും ഫേസ്ബുക്കിലും അതിലേറെ തിരക്ക, അടുക്കളയിൽ പാചകത്തിനും മറ്റുള്ള വർക്കുമായിട്ട് ഒരുപാട് തിരക്ക. ഈ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. പൈസ ഇങ്ങനെ കൊടുക്കും മക്കൾക്ക്, അതിന് നല്ല സമയമുണ്ട്. പണം ഇങ്ങനെ കൊടുക്കും, മൊബൈൽ കൊടുക്കും, മോട്ടോർ സൈക്കിളും കൊടുക്കും, ബുക്കും കൊടുക്കും, അതും കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഒക്കെ കൊടുക്കും. കുട്ടിക്ക് വേണ്ടത് കൊടുക്കുന്നില്ല, വേണ്ടാത്ത അങ്ങനെ കൊടുക്കും. ഞെട്ടിപ്പോയി ആ ചോദ്യം അങ്ങ് കേട്ടപ്പോ. ആ വലത് സൈഡിലുള്ള ഒരു പെൺകുട്ടി അതാ തേങ്ങി തേങ്ങി കരയാ. ഇതുപോലെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പം ആ കുട്ടിയുടെ തേങ്ങൽ സൈലന്റായി വളരെ വളരെ നിശബ്ദമായ ഒരു സദസ്സിൽ നിന്നും ഒരു കുട്ടിയുടെ തേങ്ങൽ ഇങ്ങനെ കേട്ടപ്പം ടീച്ചർമാരൊക്കെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാനും അങ്ങ് ഇറങ്ങി താഴോട്ടിറങ്ങി ആ കുഞ്ഞുമോളടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, എന്താ കുഞ്ഞുമോളെ നീ കരയുന്ന? ആ കുഞ്ഞ് തേങ്ങി തേങ്ങിക്കൊണ്ട് തുണ്ട് വറക്കുന്ന തുണ്ടുകളോടെ പറഞ്ഞ വാക്ക്, മാഷേ എല്ലാ ദിവസവും എന്റെ പൊന്നുമ്മ എനിക്ക് കിസ് തരാറുണ്ട്, മുത്തങ്ങൾ തരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസമാണ് എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയത്. അതിനുശേഷം എനിക്ക് ആ മുത്തം കിട്ടിയിട്ടില്ല. അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാ മാഷേ. കൊടുക്കുന്ന ഉമ്മ മരണപ്പെട്ടു പോയി. കൊടുക്കാത്ത 400 ഉമ്മമാർക്കൊരു കുഴപ്പമില്ല, അവർ വീട്ടിലുണ്ട്. പൊന്നാരന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, ആരാ പറഞ്ഞത് പ്രായപൂർത്തിയായ മക്കൾക്കൊരു കിസ് കൊടുത്താൽ പോലീസ് പിടിക്കോ? ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ കൊടുക്കരുതെന്ന്? അതിന്റെ പേരാണ് സ്നേഹം. അത് ഉമ്മ കൊടുക്കാതിരുന്നാൽ, ആ ഉമ്മ കൊടുക്കാതിരുന്നാൽ, ആ ഉപ്പ കൊടുക്കാതിരുന്നാൽ 18 വയസ്സ് പ്രായപൂർത്തിയായി കഴിയുമ്പോ എന്റെ മോളെ ഇതുവരെ ഹാൻഡ്ഷേക്ക് കൊടുത്ത് നീ മിടുക്കിയാണ്, മിടുക്കനാണ്, നീ സുന്ദരനാണ്, സുന്ദരിയാണ്, നീ പഠിക്കുന്നവനാണ് എന്നൊരു വാക്കുകൾ അങ്ങ് പറയുന്നത് കുഞ്ഞു മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം പറയാൻ അപ്പുറത്തെ കാമുകൻ അയൽവാസിയായ മുസ്തഫയും അരവിന്ദനും ജോസഫും നമ്മുടെ കുഞ്ഞുമോൾക്ക് ഇതൊക്കെ കൊടുക്കാൻ കക്കം പാർത്ത് കാത്തിരിക്കുക. ഒരു നാൾ 18 വയസ്സ് പൂർത്തിയായ കുഞ്ഞുമോളോട് കാമുകൻ പറയും, നീ സുന്ദരിയാണെന്ന്, മിടുക്കിയാണ്, കൺഗ്രാറ്റുലേഷൻ എന്നൊരു കയ്യങ്ങ് കൊടുക്കും. ആ കയ്യങ്ങ് കിട്ടിയാൽ മോളിങ്ങനെ വറക്കും. പിറ്റേ ദിവസം ഉറക്കു വരില്ല. രാത്രി നേരം പുലരുവോളം ആ ചെക്കൻ പറഞ്ഞ ആ വാക്കെന്താണ്? ഇതുവരെ ഉമ്മയിൽ നിന്നും കിട്ടാത്ത വാക്ക്, ഇതുവരെ തന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വാക്ക് കേട്ടപ്പം അവളുടെ ഉറക്ക് പോയി. പിറ്റേ ദിവസം അവൾ വീണ്ടും പോകും. ആ ഇടവക്കത്ത് കാത്തിരിക്കും. അതവരുന്നു തന്റെ കാമുകൻ. അതുവരെ കാമുകനല്ലായിരുന്നു, ഏതോ ഒരു അപരിചിതൻ അന്ന് തൊട്ട് കാമുകനാവുകയാണ്. വീണ്ടും കൊടുക്കും ഒരു ഹാൻഡ്ഷേക്ക്. എന്നിട്ട് മാറോടങ്ങ് ചേർത്ത് ഉമ്മ കൊടുക്കാത്ത ഉമ്മ, ആ ഉമ്മയിൽ നിന്നും കിട്ടാത്ത ഉമ്മ ഈ കാമുകൻ അങ്ങ് നമ്മുടെ പൊന്നുമോൾക്ക് അങ്ങ് കൊടുക്കുമ്പം അവളങ്ങ് വേടിച്ചു, അവളങ്ങ് സന്തോഷത്തിൽ കൊണ്ട് തുള്ളിച്ചാടി. അവിടെ ഉള്ളിലുള്ള ഹോർമോണൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. പിറ്റേ ദിവസം ഒരു ബൈക്കുമായി അവൻ ഒരു ഹോണടിച്ചാൽ മതി, തന്റെ പുറകിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് തന്റെ പെറ്റുമ്മയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് പോയി നേരെ പോകുന്നത് എവിടേക്കായിരിക്കും? ഉപ്പയും ഉമ്മയും അന്വേഷിച്ചു. അതാ പോയി നമ്മൾ നേരത്തെ പറഞ്ഞ 664 പെൺകുട്ടികളെ കൂടെ അവളും പോയി. ഉമ്മ ചോദിക്കും, ഉമ്മ അന്വേഷിക്കും, അപ്പ അന്വേഷിക്കും. കേസായി, കോടതിയായി. ആ രക്ഷിതാക്കൾ പാവം കോടതി വരാന്തയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയും. ജഡ്ജി ചോദിക്കും, വക്കീൽ ചോദിക്കും, ഈ കുഞ്ഞിനോട് ചോദിക്കും, എന്താ ചോദിക്കുക? എന്നെ 18 വയസ്സ് വരെ പാലൂറ്റി പോറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ കൂടെ പോകണോ? ഇന്നലെ കയറി വന്ന ഈ കാമുകന്റെ കൂടെ പോകണോ എന്ന് പ്രിയപ്പെട്ട മക്കളോട് അങ്ങ് ചോദിക്കുമ്പോ മക്കൾ പറയുമെന്ത്?
എനിക്ക് രക്ഷ തന്ന, എന്നെ അംഗീകരിച്ച, എനിക്ക് ആലിംഗനം തന്ന, എനിക്ക് കിസ് തന്ന, എന്നെ പോറ്റി വളർത്താമെന്ന് ഗ്യാരണ്ടി തന്ന, എനിക്ക് എല്ലാ സംരക്ഷണവും വാഗ്ദാനം തന്ന, ഇന്നലെ കയറി വന്ന ആ കാമുകൻ മതി എനിക്ക് എന്റെ അച്ഛനെ നേതാക്കളെ വേണ്ട എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ വീണ്ടും അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോകുന്ന രംഗം നിങ്ങളും ഞാനും കണ്ടിട്ടില്ലേ? കുഞ്ഞുമക്കളാണോ ഉത്തരവാദി? ഒരിക്കലും ഞാൻ ആ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തൂല. 664 മക്കൾ നിരപരാധികളാണ്. ഒരിക്കലും ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതിന്റെ ഒക്കെ ഉത്തരവാദി നിങ്ങളും ഞാനുമാണ്, രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് രക്ഷിതാക്കളോട് തന്നെ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് എപ്പോഴെങ്കിലും പ്രായപൂർത്തിയായാലും അവർക്ക് ബുദ്ധിവെച്ച സമയത്ത് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഉപ്പ മറക്കണ്ട, ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഉമ്മ മറക്കണ്ട. കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ കരളാണ്, എന്റെ മുത്താണ്, എന്റെ കണ്ണിന്റെ കഷ്ണമാ എന്ന് കുഞ്ഞുമോളെ മുഖത്ത് നോക്കി അങ്ങ് പറയുമ്പോ അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് താലിട്ടൊഴുകുന്നത് നമുക്ക് കാണാം. ഞാൻ കണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് തന്നത്. അതുകൊണ്ടാ പറയുന്നത്. 10ാം ക്ലാസ് പരീക്ഷ ഫീസ് അടയ്ക്കാൻ കാശില്ല. ഇപ്പോഴല്ല, 30 കൊല്ലം മുമ്പത്തെ കഥയാ പറയുന്നത്. 32 കൊല്ലം കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ കാശില്ലാത്ത സമയത്ത് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ പട്ടിണിയാ, അതുകൊണ്ടാ 10 രൂപ ഇല്ലാതിരുന്നത്. എന്റെ പൊന്നുമ്മയോടാ സത്യം ഞാൻ പറഞ്ഞത്, ഉമ്മ എന്ത് ചെയ്യും, എനിക്ക് പഠിക്കണല്ലോ. ഒന്നും വേണ്ട മോനെ, നീ കരയരുതടാ എന്ന് പറഞ്ഞ് എന്റെ കണ്ണ് തുടച്ചുകൊണ്ട് ഉമ്മയുടെ കറുത്ത തുണിയുടെ കോന്തലക്കെട്ട് അഴിച്ചതിനൊരു 10ന്റെ നോട്ട് എന്റെ കൈവെള്ളയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ തകിയുമെങ്കിൽ ഫീസടക്കടാ എന്ന്. അതും ഫീസടക്കു. പിറ്റേ ദിവസം എന്റെ ഉമ്മയുടെ മടിയിൽ വീണ്ടും ഞാൻ കുത്തലം പറഞ്ഞിരിക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. വാവിട്ട് വാവിലൂടെ നുരയും പതയും എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വായിലൂടെ വരുന്നത്. ശ്വാസം മുട്ടലിന് ആത്മാരോഗിയായ രോഗിക്ക് മരുന്ന് കഴിക്കാൻ പ്രിയപ്പെട്ട വാപ്പ കൊടുത്ത, എന്റെ ഉപ്പ കൊടുത്ത 10ന്റെ നോട്ട എനിക്കെന്റെ ഉമ്മ ഫീസടക്കാൻ തന്നത്. അത് ഞാൻ അറിയാതെ വാങ്ങി അടച്ചുപോയി. 18 വയസ്സ് തികയാത്ത, ബുദ്ധി ഉറക്കാത്ത ഒരു കുഞ്ഞിനും മാതാവിന്റെ സ്നേഹം തിരിച്ചറിയില്ല, പിതാവിന്റെ സ്നേഹം തിരിച്ചറിയില്ല. അതിന് പ്രായപൂർത്തി പക്വത വരണം, അതിന് 20 വയസ്സ് തികയണം. അതുകൊണ്ട് 18 തികയുന്നതിന് മുമ്പ് 664 കുട്ടികൾ, 664 കുട്ടികൾ ഇവിടെ നിന്ന് ഒളിച്ചോടിയത്. അങ്ങനെ ഒളിച്ചോടിയ വിട്ടമ്മമാരാ വീണ്ടും ഒളിച്ചോടിയത്. ഈ ബുദ്ധി, ഈ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോത്തിന് സമയം വൈകിപ്പോയി. അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വന്നപ്പം ഉമ്മയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ. കാരണം മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു അത്രേ. മരുന്നിന്റെ കാശ് ഞാൻ ഫീസടച്ചു അത്രേ. ഓടി എല്ലാവരും ഒരു മഞ്ചയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും എന്റെ കണ്ണ് തുടച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, കരയരുത് മോനെ, കരയരുത്, നീയെങ്കിലും പോയി രക്ഷപ്പെട്. മറ്റുള്ളവരെ പട്ടിണി മാറ്റാൻ മോനെ എന്നെ കൊണ്ട് സാധിക്കും, നീ കരയരുത് കേട്ടോ എന്നും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി ആശുപത്രിയിലെത്തി. അധികം സമയം വൈകിയില്ല. എന്റെ കയ്യിൽ കടന്നുകൊണ്ട് എന്റെ പൊന്നുമ്മ ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോഴും ഞാനാണ് എന്റെ ഉമ്മക്ക് കലിമ ചൊല്ലിക്കൊടുത്തത്. വളരെ അന്തസ്സോടെ എന്റെ ഉമ്മ കലിമ ചൊല്ലിക്കൊണ്ട് എന്റെ മടിയിൽ കടന്നുകൊണ്ട് മരണപ്പെട്ടു. മറക്കിലൊരിക്കലും ആ സ്നേഹം. അത് മറന്നാൽ പോയി നമ്മുടെ ജീവിതം. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അതറിയില്ല. അതറിയിക്കാൻ ഉമ്മയും ബാപ്പയും അതിനുള്ള സന്ദർഭം, സൗകര്യം ഒരുക്കി കൊടുത്തിട്ടില്ല. 10 രൂപയുടെ 1 രൂപയുടെ വില ഇന്ന് മക്കൾക്ക് അറിയില്ല. ആവശ്യമുള്ളതും അല്ലാത്തതും എല്ലാം അങ്ങ് വാങ്ങിക്കൊടുക്കും. ഉപ്പയുടെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക നമ്മുടെ കുഞ്ഞുമക്കൾ. അത് അന്വേഷിക്കാൻ അവർക്ക് ബുദ്ധിയില്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള തന്റെ ഇടം ഇന്നത്തെ രക്ഷിതാക്കൾക്കുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുഞ്ഞുമക്കളോട് വീടിലെ ബുദ്ധിമുട്ടുകൾ അറിയിക്കണം. അവരെന്തും ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാതെ, ഇത്ര കഷ്ടപ്പെട്ട മോനെ ഞാനൊക്കെ വളർന്നത്, എന്റെ ബുദ്ധിമുട്ട് നീ അറിയണമെന്ന് പറ. ചില ഉപ്പമാര് പറയുന്നത് കേട്ടതാ, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട അവൾ പഠിച്ചു വളർന്നത്, ആ കഷ്ടപ്പാട് എന്റെ മക്കളെ ഞാൻ അറിയിക്കൂലാന്ന്. മണ്ടത്തരമാണ് രക്ഷിതാക്കളെ, മണ്ടത്തരമാണ്. ഓപ്പോസിറ്റ് പറയ്, മോനെ ഇപ്പൊ 100ഉം 50ഉം ഉണ്ട്, പക്ഷെ നിനക്കറിയില്ല, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വളർന്നത്. അതുകൊണ്ട് നീയും ആ ബുദ്ധിമുട്ട് അനുഭവിക്കടാ എന്ന് പറയാൻ മടിക്കരുത്. ഈ ഒരു തിരിച്ചറിവാണ് പുനരക്ഷിതാക്കളെ നമുക്ക് വേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഈ ജനറേഷൻ മക്കൾ കാമുകന്റെ കൂടെ തുകകൾ അന്വേഷിച്ചുകൊണ്ട്, ആർഭാടങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്കും രക്ഷിതാക്കളായ എനിക്കും നിങ്ങൾക്കുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഈ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയുന്നത്? അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ഈ സ്നേഹവും ഇഷ്ടം എന്നുള്ളത് ഉമ്മമാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും.
മൂത്ത കുട്ടിയെ നല്ലോണം ഇഷ്ടം, നല്ലോ പഠിക്കുന്ന കുട്ടിയാ. ഇളയ മോനെ അത്ര ഇഷ്ടമല്ല, കാരണം അത്ര പഠിക്കൂല. ഭാര്യ ഭർത്താവിനെ നന്നായി ഇഷ്ടപ്പെടുന്നു. 40,000 രൂപ ശമ്പളമാ, ഒരു ദിവസം ശമ്പളം കുറഞ്ഞു, 10,000 ഇഷ്ടമങ്ങ് പോയി. ഞാൻ എന്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കാരണം അവൾ വെളുത്ത സുന്ദരിയാ. ഒരു ദിവസം പാവം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പാചകം ചെയ്തപ്പോഴേ പൊട്ടിത്തെറിച്ച് മേലെ അത് കരിവാളിച്ചു പോയി, എന്റെ ആ സാധനം പോയി. കാരണം അതിന് ഇഷ്ടം എന്നാ പറയാ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ, നാടൻ മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് സ്നേഹം എന്നല്ല പറയാ. ഇഷ്ടം ഈസ് ലൈക്ക്, കണ്ടീഷൻ അപ്ലൈ. അതിനൊരു കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാകും. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. വെളുത്തവൾ സുന്ദരി, പഠിക്കുന്നവൻ മുടുക്കൻ, ആരോഗ്യമുള്ളവൻ നല്ല സ്വഭാവക്കാരി, നല്ല സ്വഭാവക്കാരൻ, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഞാൻ എന്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. എന്താ കാരണം? നോ കണ്ടീഷൻ അറ്റോൾ, ഒരു കാരണവുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എന്റെ പെങ്ങള്, ഞാൻ ഒളിഞ്ഞിരുന്ന് കണ്ടതാ, എന്റെ പെങ്ങളുടെ മോനെങ്ങണ്ട് വേറോടിന്റെ ചേർത്ത് അതിന് അമ്മിഞ്ഞ പാല് കൊടുത്ത് ചിറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഉറങ്ങിയപ്പം ഒരു തൊട്ടിയിൽ അങ്ങ് വെച്ച് താരാട്ട് പാട്ടങ്ങനെ പാടി ഉറക്കി തിരിഞ്ഞിങ്ങനെ പോകുമ്പോ ഒന്നും കൂടി അങ്ങ് നോക്കി അതിന്റെ അകത്തേക്ക് അങ്ങ് ആ കയറിങ്ങനെ പൊന്തിച്ച് അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് നോക്കിയിട്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പായപ്പോ വീണ്ടും അതിനകത്തേക്ക് തലയിട്ടുകൊണ്ട് കുഞ്ഞു കുട്ടിയെ മുഖത്ത് അങ്ങ് കിസ് ചെയ്ത് ഉമ്മയുടെ പെങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങ് തുടച്ചിങ്ങനെ തിരിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടത്. എന്തിനെന്റെ പെങ്ങൾ അത് ചെയ്തത്? ആ കുട്ടിന്റെ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാ? എത്ര നിരൂപിയാണെങ്കിലും പല്ലും കൊന്തറും മന്ദപ്പും മഞ്ഞപ്പാടുള്ള മന്ദബുദ്ധിയായ കുട്ടിയാണെങ്കിലും മാറോടൊക്കെ ചേർത്തുകൊണ്ട് മോനെ കരളിന്റെ കഷ്ടമേ എന്ന് പറഞ്ഞ് സ്വന്തം മാതാവ് മക്കളെ സ്നേഹിക്കുന്നു. നോ ലൈക്ക് ഇഷ്ടമല്ല പറയാ, കണ്ടീഷൻ ഒന്നുമില്ല, അതിന്റെ പേരാ സ്നേഹം. പക്ഷേ പ്രായമായപ്പോ പോയിപ്പോയി. 5 വയസ്സായപ്പോൾ കഴിഞ്ഞു, 6 കഴിഞ്ഞു, 10 പിന്നെ പറയേ വേണ്ട, മാറ്റണം. 3 4 പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ബാഗുമായി ആ ഭാര്യത്തെ ചുമടുമായി ബസ്സിറങ്ങിങ്ങനെ വരുന്ന നേരത്ത് ഉമ്മ എന്താ ചെയ്യേണ്ടത്? ഉമ്മ നേരെ അടുക്കളയിൽ പോവുക. അതിനു മുമ്പ് ആ ഭാര്യത്തെ ഭാണ്ഡമെടുത്തങ്ങ് അടിച്ചു വെച്ചിട്ട് പറയ മോളെ നിനക്ക് ക്ഷീണം കാണും, കുടിക്കടി ഇന്ന 1 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി പച്ചവെള്ളം എടുത്ത് കുഞ്ഞുമോന്റെ കൈകളിൽ വെച്ചു കൊടുക്കുക. അവൾ ചോദിക്കാതെ കിട്ടിയ വെള്ളം കണ്ടപ്പോൾ അവളുടെ കൈകൾ ഇങ്ങനെ വറക്കും. ഇതുവരെ അന്വേഷിച്ചിട്ട് കിട്ടാത്ത, ചോദിക്കാതെ കിട്ടിയ 1 ഗ്ലാസ് വെള്ളത്തിന്റെ വിലയറിഞ്ഞ കുഞ്ഞുമോളെ കണ്ണിലേക്ക് നോക്ക് നിങ്ങൾ. കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ താലിട്ടൊഴുകും. അതിന്റെ പേരാണ് സ്നേഹം. അത് അളക്കാൻ കഴിയൂല. അതിന് വേറെ ഒന്നും ഒരു സാധനമില്ല, എനിക്കിനി വേറെ പറയാനില്ല. അപ്പൊ എന്താ സ്നേഹം, എന്താ ഇഷ്ടം എന്ന് മനസ്സിലാക്കാൻ അത് പറഞ്ഞത്. ഇപ്പൊ രക്ഷിതാക്കളെ ഞാനും നിങ്ങളും മക്കൾക്ക് കൊടുക്കുന്നത് സ്നേഹം അല്ല, പകരം ഇഷ്ടമാണ്. അത് മാറ്റി സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്റെ ഉമ്മ എനിക്ക് തന്ന പോലെ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മാതാവ് നിങ്ങൾക്ക് തന്ന പോലെ. പണ്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒളിച്ചോട്ടത്തിൽ, അതും ഒളിച്ചോടിക്കുന്നു. അതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ അതിനൊരു പരിഹാരം കാണും. മക്കളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടി അനുസരിക്കും. മോനെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അനുസരിക്കും. എന്റെ മോന് 12 വയസ്സാ. അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങാടിയിലൂടെ, രണ്ടത്താണിയാണ് എന്റെ അങ്ങാടിയിലൂടെ, എന്റെ ഉപ്പ ജീവിച്ച അങ്ങാടിയിലൂടെ, എന്റെ ഉപ്പയുടെ സുഹൃത്തുക്കളുള്ള അങ്ങാടിയിലൂടെ, ഒന്നും അറിയാതെ എല്ലാം മറന്നുകൊണ്ട്, കാരണം എന്റെ ഉപ്പ എന്റെ കുഞ്ഞു വിരൽ പിടിച്ചു നടന്ന എന്റെ അങ്ങാടി, ആ പഴയ അങ്ങാടിയിലൂടെ ഞാൻ അറിയാതെ ഒരു നിമിഷം എന്റെ ഉപ്പയുടെ പെട്ടിക്കടങ്ങനെ ഓർത്ത് എന്റെ കുഞ്ഞുമോന്റെ കയ്യിന്റെ പിടിച്ചവന്റെ തോളിലിന്റെ പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങാടിയിലെ ഒരുപാട് വിഐപികളുടെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോയപ്പം എന്റെ കുട്ടീന്റെ കുറച്ച് കഴിഞ്ഞാൽ തേങ്ങി കരയണു, കണ്ണൊക്കെ നിറഞ്ഞിട്ട്. എന്തേന്ന് ചോദിച്ച് മിണ്ടുന്നില്ല. വീട്ടിലെത്തിച്ച കാര്യം പറഞ്ഞത്, ഉപ്പ ഞാനിങ്ങനെ പോകുമ്പോ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആ മുന്നിലുണ്ടായിരുന്നു. അവങ്ങോട്ട് കണ്ടപ്പോ എനിക്കിങ്ങോട്ട് എന്റെ ഉപ്പ എന്നെ തോളി പിടിച്ചതിന് കണ്ടപ്പോ എനിക്ക് വല്ലാതെ സന്തോഷമായി, അതുകൊണ്ട് കരഞ്ഞതാ ഞാൻ കേട്ടോ. ആ കുട്ടികൾ വല്ലാതെ ആനന്ദിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് സമയമില്ല. അവരെ തോളിലൊന്ന് കൈയിടാനും ഉമ്മാക്ക് തീരെ നേരമില്ല, വാപ്പാക്ക് അത്രയും നേരമില്ല. തിരിച്ചു കൊണ്ടുവരണം ഈ സ്നേഹം വീട്ടിലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളോട് എന്ത് പറഞ്ഞാൽ അവരനുസരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ഈ തലമുറയുടെ കൂടെ, മോട്ടോർ സൈക്കിളിന്റെയും ഇന്നത്തെ മൊബൈൽ ഫോണിന്റെയും കൂടെ നമ്മുടെ കുഞ്ഞുമക്കൾ ഈ 664 എണ്ണത്തിന്റെ കൂടെ അടുത്ത കൊല്ലത്തേക്ക് ഒരു പക്ഷെ 1200 ആയിരിക്കും. 2015 കണക്ക്, ഇൻഷാ അല്ലാഹ് 2016 അടുത്ത കൊല്ലം എനിക്ക് കിട്ടും. ആ സമയത്ത് എത്രയാണോ ഒളിച്ചോടിയെന്നുള്ള കണക്ക് ഇപ്പൊ അറിയില്ല. ആ കൂട്ടത്തിൽ ഉൾപ്പെടും. പടച്ച കാക്കുമാറാകട്ടെ. ഇനി നമുക്ക് കുറച്ച്
സ്ലൈഡുകളൊക്കെ വെച്ച് കുറച്ചുകൂടി കാര്യം ഇൻഷാ അല്ലാഹ് ഒരു 10-15 മിനിറ്റ്, അരമണിക്കൂറിന്റെ ഉള്ളിൽ തീർന്ന് 9 മണിയായി. എന്തായാലും പെട്ടെന്ന് തീർക്കണം, കാരണങ്ങൾ ഒരുപാട് സമയമായി വന്നിരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞങ്ങോട്ട് പോവുക. ചിലതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ നമ്മുടെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തപ്പോ പറഞ്ഞ ആയത്തിന്റെ ഒരു ചെറിയ വാക്ക, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും പ്രപഞ്ചനാഥൻ നമ്മളെ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനാ അവിടെ ക്യാമറ വെച്ച് എന്നത്, കാരണം ഉദ്ഘാടനത്തിൽ പറഞ്ഞു കുട്ടിക്കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ഒരു തെളിവുണ്ടായിരുന്നില്ല, ഇന്നതിനൊക്കെ തെളിവുണ്ടല്ലോ. 720 കോടി ജനങ്ങൾക്ക് ലോകത്തിട്ടോ 720 കോടി ജനങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെന്ന് വെക്കുക. ഉദാഹരണം പറയണം, 500 കോടി കിട്ടോ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുക്കുക. അവരൊക്കെ അങ്ങോട്ട് വിളിക്കന്നെ, പലയിടത്തും പല ഭാഗത്തേക്കും അങ്ങോട്ട് വിളിക്കന്നെ, വിളിച്ച് ചിലവര് ഫോൺ ചെയ്തിട്ട്, ചിലവര് ഇന്റർനെറ്റ്, ചിലവര് ഫേസ്ബുക്ക്, ചിലവര് അങ്ങോട്ടാക്കി ഡേറ്റ് ഇറങ്ങി വീഡിയോ കണ്ട് സിനിമ കണ്ട് ക്യാമറ എടുത്ത് എന്താ അങ്ങ് ചെയ്യല്ലോ. ഒരു മാസം, ഒരു ഉദാഹരണം പറയാം, 30 ദിവസം അങ്ങ് എല്ലാം പോസ്റ്റ് പെയ്ഡ് കണക്ഷനായി ബില്ല് വരുന്ന മോഡൽ കണക്ഷൻ, അങ്ങനെ 2 കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോ ഉദാഹരണം പറയാം, മുഴുവൻ ഇങ്ങനത്തെ കണക്ഷൻ ആയിക്കോട്ടെ, പ്രീപെയ്ഡ് അല്ല, ബില്ല് വരുന്ന കണക്ഷൻ. അങ്ങ് വിളിച്ചുകൊണ്ട് ഒരു മാസം അങ്ങ് കഴിഞ്ഞപ്പോ ഈ മൊബൈൽ ഫോൺ എടുത്ത് കൂത്തി പൊട്ടിച്ചതിന്റെ മെമ്മറി കാർഡിൻ ബാറ്ററി ഒക്കെ കരിച്ച് അറബിക്കടലിലാണ് ഒഴുക്കി വിട്ട്. ഉദാഹരണം പറയാം, ഒരു പൊടി പോലും അവശേഷിക്കാതെ വിട്ടു. 1-ാം തീയതി ബില്ല് വരുമോ? എന്താ സംശയമല്ലേ? 1-ാം തീയതി പോസ്റ്റ്മാന് കൊണ്ടുവന്ന് തരുന്ന ഒരു കിതാബ് അതിലുണ്ടാകും. 2013 ജനുവരി 28-ാം തീയതി ഉച്ചക്ക് 12:36 അരവിന്ദൻ സുഗുണന് വിളിച്ച ₹1.65 നാനാ പൈസ പുള്ളി കൊത്ത് കോമ വിടാതെ SMS വരെ അടയാളപ്പെടുത്തിയ ഒരു കിതാബ് പോസ്റ്റ്മാനോട് കൊണ്ടുവന്ന് തരും. അതിൽ ഒന്നും വിട്ടുപോയിട്ടുണ്ടാവില്ല. മെമ്മറി കാർഡ് നശിപ്പിച്ചു, അവന്റെ എല്ലാം നശിപ്പിച്ച് കരിച്ച് ഒലിച്ചെറിഞ്ഞിട്ടും എവിടുന്നായി ഈ വിവരം കിട്ടിയത്? ഇന്ന് ഏറ്റവും നന്നായി ഉദാഹരണത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടോ. ഇത് പണ്ഡിതന്മാർ, ഞാനൊന്നല്ല, പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമില്ല. ഏറ്റവും നല്ല ഉദാഹരണം, പുത്തൻ ഉദാഹരണം, ഈ തലമുറക്കുള്ള ഉദാഹരണം ഇതാണ്. എവിടുത്തെ ആ വിവരം വന്നത്? ആ വിവരമുള്ള കിതാബിൽ വള്ളിപുള്ളി കുത്തുപോമയില്ലാതെ നമ്മുടെ ഓരോ ചലനങ്ങളും സംസാരിച്ച വാക്കുകൾ പോലും ചിട്ടപ്പെടുത്തി വെക്കാൻ ഇന്ന് ആധുനിക സംവിധാനത്തിനുണ്ട്. ഏത് കോണിൽ നിന്ന് എവിടേക്കാ വിളിച്ചത്, എത്ര സമയാ വിളിച്ചത്, എത്ര രൂപയായി, എവിടുത്തുകാരനാ വിളിച്ചത്, അമേരിക്കയിലെ ഏത് കോണിലേക്കാവ്, അവന്റെ ജോലി എന്ത്, അവന്റെ വിശേഷണങ്ങൾ എന്ത് എന്നുവരെ പ്രിന്റ് ചെയ്ത് അയക്കാനുള്ള സംവിധാനം ഇന്ന് ഭൂമിയിലുണ്ട്. ആ കിതാബ് വാങ്ങാതെ ഇരുന്നാൽ, ആ പൈസ അടക്കാതിരുന്നാൽ പടക്കം തീയിലിടും. അല്ല, പോലീസ് പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തും ജയിലിലടക്കും. ജയിലടച്ചില്ലെങ്കിൽ ഇങ്ങനല്ലേ ഇവിടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. വളരെ ഈസിയായി നമുക്ക് ഈ കാര്യങ്ങൾ ബന്ധിപ്പിച്ചു കൊടുക്കാം. ഇതുപോലത്തെ പുത്തൻ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് വേണം ഇന്നത്തെ ഈ തലമുറയ്ക്ക് ഒരു ബുദ്ധി വെക്കുക, അല്ലെങ്കിൽ അവർ ആ പഴഞ്ചനായിട്ട് നിൽക്കും. ഒരു തന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞതാ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല മോനെന്തോ പറഞ്ഞ എന്നോട്. ഉടനെ ഞാൻ പറഞ്ഞു, മുറ്റത്തെ മുല്ലക്ക് മണമല്ല. ഉടനെ തന്നെ മോൻ മറുപടി പറയാ, നല്ലൊരു സ്പ്രേ വാങ്ങിയിട്ട് അടുത്തുടപ്പാകും. എന്തൊക്കെ പറയാ അല്ലേ? ഉടനെ സാധനം മാറ്റിട്ട് പറഞ്ഞേ, മുറ്റത്തെ ടവറിന് സിഗ്നലില്ല, അത് ശരിയാവും എന്ന് പറഞ്ഞപ്പോലെ ഈ കുട്ടികൾക്ക് അതേ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ഈ തലമുറയാണ്. അതുകൊണ്ട് പുത്തൻ ഉദാഹരണങ്ങൾ കൊണ്ടുവരണം. അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. തീർച്ചയായും പ്രപഞ്ചനാഥൻ നമ്മുടെ ഓരോ ചലനങ്ങളും അപ്പപ്പ തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും സഞ്ചരിക്കുന്നതുമായ വാക്കുകൾ മുഴുവനും ഇന്ന് റെക്കോർഡ് ചെയ്തു വെക്കാനുള്ള ആധുനിക സംവിധാനം ഇന്ന് ഭൂമിയിൽ പല ഭാഗത്തും പല ടവറുകളായും പല കമ്പ്യൂട്ടറായും വിന്യസിച്ചിട്ടുണ്ട്. 18,000 കിലോമീറ്റർ മുകളിലെ സാറ്റലൈറ്റ് ഉപഗ്രഹത്തിൽ നിന്നും ഭൂമിയിലൂടെ നടക്കുന്ന മുഴുവൻ മനുഷ്യരെ ഏത് കോണിലേക്കാ പോകുന്നത്, എപ്പോഴാണ് ഇവർ ഉറങ്ങുന്നതെന്ന് വരെയുള്ള കാണാനുള്ള സംവിധാനമുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന ക്യാമറ, സാറ്റലൈറ്റ് ക്യാമറ ഇപ്പൊ കാണുന്നത് ഒക്കെ ഉള്ളതാണ്. ഭൂമിയിൽ പ്രവർത്തിക്കുന്ന എത്രയെന്നറിയോ? 18,000 കിലോമീറ്റർ. ഒന്നാനാകാശം തന്നെയാണ് കേട്ടോ, രണ്ടാനാകാശം എത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല മനുഷ്യർ, ഒന്ന് തന്നെ. നാസയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലും അപ്പുറം. നാസയുടെ കിടക്കുന്നത് ഏകദേശം ഒരു 10-40 കിലോമീറ്ററിന്റെ അപ്പുറം, അതിലും അപ്പുറം 100 കിലോമീറ്റർ മാക്സിമം നാസ വരുള്ളൂ. അതിലും 18,000 കിലോമീറ്ററിന് അപ്പുറത്ത് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ചരാചരങ്ങളെയും, ഉറുമ്പിനെ പോലും അങ്ങനെ പറയാം, ഒരു ഉറുമ്പിന്റെ ജീവചരിത്രം വരെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ, അതിന്റെ തുമ്പിക്കൈയുടെ വണ്ണം എത്ര, അത് എത്ര വർഷം ജീവിക്കും, അത് എന്ത് ഭക്ഷണമാ കഴിക്കുന്നത്, എപ്പോഴാ ഉറങ്ങുന്നത്, ഒരു ഉറുമ്പിന്റെ കാര്യം പറഞ്ഞു കേട്ടോ, അതുവരെ കറക്റ്റായി ഒപ്പിയെടുക്കാനുള്ള സാങ്കേതിക വിദ്യയിലാണ് നമ്മളൊക്കെ ഒന്ന് ജീവിക്കുന്നത്. എന്നിട്ടാണ് ഒരു മനുഷ്യൻ എവിടെയെങ്കിലും മിസ്സായാൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണും ടവർ ഉപയോഗിച്ച് ആളെ കണ്ടെത്താം. കള്ളനെ പിടിക്കുന്നത് മൊബൈൽ കൂടിയാ, കൊലപാതകം കണ്ടുപിടിക്കുന്നത് മൊബൈൽ ഫോണിലാണ്. 664 പെൺകുട്ടികളെ കാണാനില്ല, എന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നതും മൊബൈൽ ഫോൺ കൂടിയാണ്. ഈ 664 ഒരു കുട്ടിയുടെ കഥ പറഞ്ഞുതരാൻ, ഒറ്റ ആളെ. എന്റെ പീടികയില് 9ാം ക്ലാസ്സിലെ ഒരു ഉമ്മ, ആ കുട്ടി അപ്പൊ 9ാം ക്ലാസ്സിലെ ഉമ്മ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു വന്ന് കോട്ടക്കൽ ചെങ്കോട്ടിൽ മൊബൈൽ ഫോൺ വിൽക്കുന്ന ഷോറൂം എനിക്ക്. ഞാൻ കംപ്ലീറ്റ് അതിന്റെ തിന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിന്റെ വിൽപ്പന ഇപ്പൊ കൊളായിക്കോട്ടെ, എന്നാലും എന്താ അറിയില്ല, കുറച്ചും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്നുണ്ട്.
അങ്ങനെ വന്നിട്ട് ഈ ഉമ്മ പറയാണ്, മോളെ ഏതാടി വേണ്ടത്? ഉമ്മ അങ്ങനെ ചൂണ്ടിക്കൊടുത്ത് മോള് അങ്ങനെ ചൂണ്ടി അവസാനം മോള് കാണിച്ചു, അതാ ഗാലക്സി S4 തോണ്ടിക്കളിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് $1,00,000 ഒരു ഫോൺ എന്നായിക്കോട്ടെ ഉമ്മ എനിക്ക്. പക്ഷെ ഉമ്മ ബുദ്ധിയുള്ള ഉമ്മയായിരുന്നു. ഉമ്മക്കല്ല ബുദ്ധി. ഉമ്മ പറഞ്ഞു, എനിക്ക് ഇപ്പൊ വാങ്ങിത്തരൂല, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച് 10 A+ എനിക്ക് കൊടുന്ന് കാണിച്ചിട്ടാ അപ്പൊ ഞാൻ വാങ്ങിത്തരും. ബുദ്ധിയുള്ള ഉമ്മ അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ പോയി അവിടുന്ന്. അങ്ങനെ 10 A+മായി അങ്ങനെ കിട്ടിയ കുട്ടിനേറ്റ് വാക്കുപാലിച്ചു. മോള് വാക്കുപാലിച്ചു, 10 A+ കിട്ടി. അങ്ങനെ ഉമ്മ വാക്കുപാലിക്കണം. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ വന്നു, കൊണ്ടുപോയി ഒരു ഗാലക്സി S4 $50,000 ഫോൺ അങ്ങ് വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ അറിയുന്ന കുടുംബമായതുകൊണ്ട് നമുക്ക് ഈ കഥ അറിയുന്നത്. അങ്ങനെ പോയി മോള് 11ലേക്ക് ജയിച്ചു. മീൻസ് ക്ലാസ് അഡ്മിഷൻ കിട്ടി. സയൻസ് ഗ്രൂപ്പിൽ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഒരുപാട് സ്വപ്നങ്ങളാ. 11ാം ക്ലാസ് ജയിച്ചു, നല്ല മാർക്ക്. 12ാം ക്ലാസ്സിലേക്ക് ജയിച്ചു, നല്ല മാർക്ക്. ഫൈനൽ പരീക്ഷയുടെ തൊട്ടടുത്ത് 1 മാസത്തിന്റെ മുമ്പ് ഈ കുഞ്ഞിനെ കാണാനില്ല. 664ന്റെ കൂട്ടത്തിൽ അവളും ഒളിച്ചോടി. ഈ പാവം ഉമ്മ സങ്കടപ്പെട്ടു. സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോ മാഷ് പറഞ്ഞു, അതാ അപ്പുറത്തൊരു ആൺകുട്ടി ഇങ്ങനെ തോണ്ടിക്കളിച്ചിരുന്നു, ഇപ്പുറത്തെ ഈ പെൺകുട്ടി ഇടക്കിടക്ക് തോണ്ടലുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തോണ്ടി എവിടെയൊക്കെ തോണ്ടി ഒളിച്ചോടിയിട്ടുണ്ട്. അന്വേഷിച്ചു. സൈബർ പോലീസിലെത്തി മലപ്പുറം ജില്ലയിലെ. അവര് തോണ്ടി നോക്കി, കണ്ടു. ഒക്കെ തോണ്ടലാണ്. ഇപ്പൊ തോണ്ടിയ കാണും. പണ്ടൊക്കെയാണ് ഈ മറ്റേ എന്താണ് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടല്ലോ മന്ത്രിച്ച് പുതിച്ച് തോണ്ടലൊക്കെ. ഇപ്പൊ ഓടി തോണ്ട സ്വന്തം വീട്ടിലിരിക്കാണ് മൊബൈലിൽ ഒരൊറ്റ തോണ്ടല അങ്ങനെയൊക്കെ കാണും. അങ്ങനെ ആ പോലീസുകാർ അവിടെ ഇരുന്ന് അങ്ങ് തോണ്ടി. 2 കുട്ടികളും കൂടെ വളരെ സുന്ദരമായി മംഗലാപുരത്തൊരു ലോഡ്ജ് മുറിയിൽ തോണ്ടിക്കളിക്കണു. വളരെ രസമായിട്ട് അവരിന്ന് തോണ്ടിക്കളിക്കണു. കണ്ടു, ഇവിടെ കണ്ടു, ഒക്കെ കാണും. ഫോണേറ്റെല്ലാം മുങ്ങിക്കണത് എന്തായാലും കാണും. അപ്പൊ ഇനി കുട്ടികൾക്ക് വിചാരിക്കും, ഇനി പോകുമ്പോ ഫോൺ ഉപയോഗിച്ചിട്ട് പോണല്ലേ. ഞാൻ സമയന്റെ അവസാനം പറഞ്ഞുതരാം, എങ്ങനെ രക്ഷപ്പെടാം, ഒളിച്ചോടാന്നും കൂടി പറഞ്ഞു വെക്കലുണ്ട്. നിങ്ങൾക്ക് ഇരിക്കണി പറഞ്ഞു തരില്ല, ഇൻഷാല്ലാ വേറൊരു സമയത്ത് ആക്കാം. ഏതായാലും അന്വേഷിച്ചു. പാവം വാപ്പയും ഉമ്മയും ഒരുപാട് ബേജാറായി. വാപ്പ ഗൾഫിലായിരുന്നു. ഓടി വന്ന് രണ്ടുപേരും കൂടി അന്വേഷണം തുടങ്ങി. എന്റെ കുഞ്ഞിനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എവിടെ ഈ പെരുന്തണ്ണ കൊടുത്തതല്ല ഈ സാധനം. എന്നിട്ടാ കരയണത്. അങ്ങനെയായി അവസാനം അതാ സ്വന്തം പിതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് കുഞ്ഞുമോളുടെ ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്. നിങ്ങൾക്കറിയാലോ വാട്സപ്പ് എന്താ ഞാൻ പറയണ്ടല്ലോ. ഒരു സന്ദേശം ഇങ്ങോട്ട് വന്ന്. എന്താ സന്ദേശം എന്നറിയോ? കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ഫാദർ, എന്റെ പ്രിയപ്പെട്ട തന്തയ്ക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ വേണം കുട്ടിയായി. ഇംഗ്ലീഷ് മീഡിയമാണ്. അങ്ങനെ മിസ്റ്റർ തന്ത എന്നൊക്കെ പറയും കുട്ടികൾ. മിസ്റ്റർ ഫാദർ കേട്ടോ. അത് എന്താണ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, മലയാളത്തിൽ പറയരുത്, അടി കിട്ടും. മിസ്റ്റർ തന്തയ്ക്ക് അഭിനന്ദനങ്ങൾ. അതിന്റെ മലയാളം പറയണേ. എന്ത് വാപ്പാക്ക് ഇത് കുറ്റം കിട്ടിയില്ല. ഇത് തർജ്ജമ ചെയ്യാൻ വേണ്ടി അപ്പുറത്തൊരു സൈൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അയാൾ അത് തർജ്ജമ ചെയ്ത് കൊടുത്തപ്പോൾ ബാക്കി മെസ്സേജ് കൂടി വായിച്ചു. എന്തിനാണ് ഈ കൺഗ്രാറ്റുലേഷൻ എന്നറിയോ? അതാണ് അതിന്റെ വിശദവിവരതാണ്. താങ്കൾ എനിക്ക് വേണ്ടി ചെലവാക്കിയത് $1,00,000 അല്ല, മൊബൈൽ ഫോണിന്റെ തന്തക്ക് ചെലവായത് $1,00,000. അതിന് പകരം താങ്കൾക്ക് ഇപ്പോൾ ഞാൻ സമ്പാദിച്ച് തന്നിരിക്കുന്നു 20 ലക്ഷം റുപ്പീസ്. കൺഗ്രാറ്റുലേഷൻ, 20 ലക്ഷം ഞാൻ സമ്പാദിച്ചെന്ന് താങ്കൾക്ക്. അത് വാപ്പാക്ക് മനസ്സിലായില്ല. വീണ്ടും വിശദമായ മെസ്സേജ് വായിച്ചപ്പോഴല്ലേ, തർജ്ജമ ചെയ്തപ്പോഴല്ലേ വാപ്പക്ക് മനസ്സിലായത് ഇത് എന്താണെന്ന്. എന്താ? എന്റെ ഏക്കത്തിനെ വിവാഹം കഴിക്കാൻ 100 പവനും കല്യാണവും ബിരിയാണി മാർവാടും ദഫും പാട്ടും കൂത്തൊക്കെ കൂടി ഏകദേശം 10-18 ലക്ഷമായിട്ടില്ലതൊക്കെ. ഇപ്പൊ ഇന്നങ്ങനെ ഒന്ന് കാക്കണത്തെങ്കിലും ഒരു 20 ലക്ഷം ചെലവാവൂലേ? അതിന് പകരം വെറും ലൈസൻസ് തന്നില്ലേ നിങ്ങൾ $1,00,000 സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് എന്റെ കാമുകനെ ഭർത്താവിനെ ഞാൻ തന്നെ കണ്ടെത്തിയില്ല. വാപ്പാ തന്റെ അഭിനന്ദനങ്ങൾ. അങ്ങനെ വേണം മക്കളായ. മക്കൾക്കും രക്ഷപ്പെടാ, തന്തക്കും തള്ളക്കും രക്ഷപ്പെടാ. കാരണം ഇനിയിപ്പോ ഒരു ചെലവില്ലല്ലോ, കുട്ടി രക്ഷപ്പെട്ടില്ലേ, എനിക്കും രക്ഷപ്പെടാം. ഇതിന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയാല് 3 പാർട്ടിക്കും രക്ഷപ്പെടാൻ പറ്റിയ സാധനമാണ് കുഞ്ഞുമക്കൾക്ക്. ഇന്ന് തന്നെ ഈ ഭാഷമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പെൺകുട്ടികൾ ഒരു 5ാം ക്ലാസ്സിൽ തന്നെ ആയിക്കോട്ടെ, അത്രയും പോറ്റണ്ടല്ലോ, വെറുതെ 10 വരെ കാത്തിരിക്കണേ. ഒരു 5 തന്നെ കൊടുക്കി. കാരണം 5ാം ക്ലാസ്സിലേക്കൊക്കെ പ്രേമിക്കാരറിയപ്പെട്ടോ. 10 വയസ്സായ ഒരു കുട്ടി, ഞാനൊരു UP സ്കൂളിൽ ചെന്നപ്പോ എന്തിട്ടു എന്നോട് മുണ്ടിടാന്ന് പറഞ്ഞു. കാമുകനെ മുണ്ടില്ല, ഞാൻ മുണ്ടില്ല, എന്നോട് മുണ്ടിയിലേക്ക് ഞാൻ ഉണ്ട്. അത്ര ഉണ്ടാവുള്ളവർക്ക് വേറൊന്നും ഉണ്ടാവില്ല. പ്രേമം എങ്ങനെ ഈ കുഞ്ഞു മക്കൾ പ്രേമിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾക്ക് മൊബൈൽ വന്നതിന് ശേഷം വളരെ രഹസ്യമായി അവർ അക്ഷരമുള്ള പ്രേമം സന്ദേശിക്കും നട്ടപ്പാത വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇമെയിലിലൂടെ, ഇന്റർനെറ്റിലൂടെ അയച്ചുകൊണ്ട് ചാറ്റിംഗ് നടക്കാനല്ലേ, ചാറ്റിംഗല്ല ചീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിദേശത്തുള്ള കുട്ടികളുമായിട്ട് കണ്ടു സംസാരിക്കുകയാണ്. നഗ്ന ചിത്രങ്ങൾ പോലും, വൃത്തികെട്ട ചിത്രങ്ങൾ പോലും കുഞ്ഞു മക്കൾ കുറെ സമയം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അനുരാഗം വരുമെന്നും അവരുടെ ഹോർമോൺ പ്രവർത്തിക്കുമെന്നും അവർ ഒളിച്ചോടപ്പെടുമെന്നും തട്ടിക്കൊണ്ടു പോകലാകുമെന്നും ആധുനിക സയൻസ് രേഖപ്പെടുത്തിയിട്ട് ഡോക്ടർമാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ
10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ അനുരാഗവും പ്രേമവും ഒളിത്തോട്ടം പഠിക്കുന്നത് ആധുനിക ടെക്നോളജിയായ മൊബൈൽ ഫോണിലെ നീലചിത്രങ്ങൾ വഴിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെയാണ് കഥ ഒളിഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, കുഞ്ഞു കുട്ടികളാകുമ്പോ തന്നെ ഉമ്മമാരുടെ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്ത് കുട്ടികളെ അഡിക്ഷൻ ആക്കുകയാണ്, അടിമപ്പെടുത്തുക. കുട്ടി ഒന്ന് കരഞ്ഞാൽ കൊടുക്കുമ്പോൾ ഉമ്മ ഒരു ഫോൺ എടുത്ത് എന്നാ മുണ്ടണ്ട മോളെ എന്നാ പിടിച്ച ഒരു ആൽബം, ഇങ്ങനെ ഇറങ്ങിയ ആൽബമാണ്, എനിക്ക് മറ്റോ അയച്ചു തന്നാണ്. എവിടെ അമ്മയുടെ വേറെ ഏതോ മറ്റോ അയച്ചു കൊടുത്തതായിരിക്കും, അത് ഈ മോക്കൊണ്ട് കൊടുക്കും, എന്നാ വെച്ചോ അവിടെ എനിക്ക് കാണാനും. അല്ലെങ്കിൽ ഒന്നും കെട്ടിയോ തന്നെ ആയിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അത് ഈ കുട്ടിക്കാട് കൊടുക്കും. കുട്ടി ആ മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം കുട്ടിക്കാരും വേറെ ആൽബം ഇപ്പൊ വായിച്ചു ഇപ്പൊ ശരിയാക്കി തരാറ് വാട്സപ്പിന് ആൽബം. അങ്ങനെ ഡെയിലി കുട്ടിക്ക് താണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്നേക്കുമായി അഡിക്ഷനായി ലഹരിയായി അടിമപ്പെട്ടു. അങ്ങനെ പ്രായപൂർത്തി 15ഉം 18ഉം എത്തിയാൽ ആ കുട്ടി പറയും ഉമ്മയോട് എനിക്ക് ഇനി ഉമ്മയുടെ വാടക ഫോൺ വേണ്ട, ഒറിജിനൽ തരി, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കിണറ്റിച്ചാടും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും. അപ്പം അതാണ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എത്ര കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പറയുന്ന കൃത്യമായ കണക്ക്, എന്റെ പീഡിയയിൽ വന്ന കണക്കന്നെ ഈ പറയുന്നതൊക്കെ. എനിക്കിതൊരു വിൽപ്പനയാണ്. ഒരിക്കലും വാങ്ങിക്കൊടുക്കരുത് ഉമ്മമാരെ എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ പീഡിയതല്ല, ഒരു പീഡിയൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. കുട്ടികളുടെ അല്പം സ്നേഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കരുത്. ഇല്ലേ ഇവരുടെ രക്ഷപ്പെട്ട് വണ്ടിയും വലി പണ്ടാരടക്കം പൊയ്ക്കോട്ടെ എന്നാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് രക്ഷപ്പെടാം, എല്ലാവർക്കും രക്ഷപ്പെടാം. എത്ര വട്ടം ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ രക്ഷിതാക്കളോട്. എന്താ പിന്നെ സ്നേഹിച്ച് ഈ കുട്ടികൾ എന്തിനെങ്ങനെ കൊല്ലുന്നത്? ഇത് വിൽക്കുന്ന ആളല്ലേ ഈ പറയുന്നത്. ഒരു മുസ്താദ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം കുറെ കാലമായിക്കള് പണ്ഡിതം പറയാൻ തുടങ്ങിയിട്ട് നമ്മളെ പേടിപ്പിക്കുകയാണ്, അതൊക്കെ വെറുതെ പറയണം. അല്ല, ഇത് വിൽക്കുന്ന ഇതിന്റെ ഒരു എഞ്ചിനീയർ തന്നെ പറയുന്നത്, കുഞ്ഞു മക്കൾക്ക് ഈ ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അവർ ലഹരിക്ക് അടിമപ്പെടും, അവർ ഒളിച്ചോടും, അവര് വലിയ ദുരന്തത്തിൽ പോയി ചാടും എന്നതിന് ഒരു സംശയമില്ല. അതുപോലെ ഫോൺ കൂടിയൊക്കെ സംസാരിക്കുമ്പോ വരെ സൂക്ഷിക്കണം കേട്ടോ. ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാം തെളിവാണ്. ഇവിടെ ഓരോ ചലനവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ടവറിന്റെ കീഴിൽ ഒരു ഫോണിൽ നിങ്ങൾ സ്വകാര്യമായി പറയുമ്പോൾ സൂക്ഷിക്കുക, അതൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പരിസരത്ത് ഒരു ടവർ, അതുപോലെ ഞങ്ങളെ കാണുന്ന മാറ്റൊരു ടവർ നമ്മുടെ ഉണ്ടാവും. അതിന്റെ കീഴിൽ 1000 ആൾക്കാരുണ്ടാവും. അങ്ങനെ വല്ല ഒരു കണക്കാട്ടോ. 1000 ഫോണില് ഒരാൾ ഒരു കുറ്റം ചെയ്താൽ മതി. ഈ 999 ആളെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒരാളിക്കോളൂ, അതെന്തായാലും 1000 ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? 1000 കള്ളനുണ്ടല്ലോ, 1000 വ്യവസായി ഉണ്ടല്ലോ, 1000 പെണ്ണുകുട്ടിയിലുണ്ടല്ലോ, 1000 കൊലയാളുണ്ടല്ലോ, 1000 ഉപദ്രവിക്കുന്ന ഒരാളുണ്ടല്ലോ, ഉണ്ടാവും ഉറപ്പാ. ഉണ്ടെങ്കിൽ അവനെ കേസ് കൊടുത്താൽ, ഇങ്ങനെ ഒരു കള്ളനുണ്ട് ഒരാളുണ്ടെന്ന് കേസ് കൊടുത്താൽ പോലീസുകാരൻ സൈബറൊക്കെ എന്ത് ചെയ്യാ, ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? ഏതാണ്ട് ഒരുക്കറിയില്ലല്ലോ, ഓരത് മുഴുവൻ പരിശോധിക്കും. 1000 നിങ്ങളെയും എന്റെയും, ഞാൻ ഭർത്താവിന് വിളിക്കുന്നതും ഭാര്യയ്ക്ക് വിളിക്കുന്നതും രഹസ്യങ്ങളും പരസ്യങ്ങളും മുഴുവനും പരസ്യമാവും, ലോകം അറിയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. തെറികളും കുറ്റങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് റെക്കോർഡ് ചെയ്ത് കോടതി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പ്ലേ ചെയ്യും, കോടതി അപ്പൊ പ്ലേ ചെയ്യും മൊബൈലിൽ. കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഉച്ചക്ക് 12 ഇനി പറഞ്ഞതിനോടത് നിഷേധിക്കാൻ കഴിയില്ല, മുന്നിലിങ്ങോട്ട് പ്ലേ ചെയ്ത് തരും. ഇത് പണ്ടൊക്കെ ഉസ്താദുമാരിന്റെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പോ പിന്നെ അതൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു എനിക്കൊക്കെ തോന്നിയിരുന്നത്. ഇന്ന് അതൊക്കെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫോണിൽ കൂടി അങ്ങനെയൊക്കെ പറയുമ്പോ സൂക്ഷിക്കുക. പ്രധാനമായും എനിക്ക് പറയണം, ഈ പറമ്പ് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ, അല്ലെ? എന്റെ നാട്ടിലുണ്ട്, പാവം കാരണവന്മാരാണ്. വല്ലാതൊന്നും ടെക്നോളജിയും കാര്യങ്ങളും അറിയില്ല. ഒരു പക്ഷെ നല്ല കച്ചവടം അറിയാം, പറമ്പ് ആണ്ട് കൊടുക്കലും ഇങ്ങോട്ട് കിടക്കലും. 5 കായ് അവർ മുതൽ മുടക്കില്ല, ഒക്കെ മറ്റുള്ളവന്റെ പൈസ കൊണ്ട് കച്ചവടം ചെയ്യണമാണ് ഈ കച്ചവടക്കാരെന്ന് പറയുന്നത്. എന്ന മനുഷ്യന്മാര് കുടുങ്ങി ഞങ്ങളെ നാട്ടില്. എന്താ കാരണം എന്നറിയോ? ആചാര്യ എന്തേ എടാ, ഞാൻ എനിക്ക് സന്തത് ഓൽക്കറിയട്ടോ, കോടി ലക്ഷം അതൊക്കെ ഓൽക്കറിയാം. അതൊന്നും പൂച്ചിട്ടൊരു കാര്യമില്ല. എന്നിട്ട് ഒരു പറ പെട്ടി, ഞാൻ 6.5 പെട്ടിക്ക, ഞാനിത് എണ്ണി നോക്കുമ്പോ 4.5 പെട്ടിയല്ലുള്ളൂ. 2 ആ പെട്ടി എപ്പോ വരും? ആചാര്യ നിങ്ങൾ അത് വാങ്ങി വെക്കി, 2 പെട്ടി ഞാൻ നാളെ എത്തിച്ചോളാം. ആയിക്കോട്ടെ, എന്നാ മോനെ ആയിക്കോട്ടെ എത്തി. അവർക്ക് കിട്ടിയില്ലേ? 4.5 കോടി ഉറുപ്പ്യ കള്ളപ്പണം ഇപ്പൊ ഇവിടെ ഉണ്ടെന്നും 2.5 കോടി നാളെ വരുന്നും. ഇത് കൊടുക്കുന്നതാരാ, വാങ്ങുന്നതാരാ, ഏതാ പറവൊക്കെ കിട്ടിയില്ല. നിങ്ങൾ കള്ള തക്കി കൊട്ട വട്ടി മണ്ണ് എന്ന് ഒരു കാര്യമില്ല. ഇത് മുഴുവൻ റെക്കോർഡാ. സാമ്പത്തിക കുറ്റകൃത്യത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്നത് പിടിച്ചുവിട്ടോ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഫോണിൽ കൂടി അങ്ങനെ പറയരുത്, തെളിവാണ് കേട്ടോ. അതുപോലെ നമ്മളെ ഫോണിലൊക്കെ എന്ത് നിങ്ങൾ ഫോണിലിട്ട് പോയിക്കോളി, അപ്പുറത്ത് കൂടി പോണ ഒരാൾക്ക് എടുക്കാൻ പറ്റൂട്ടോ. ഒരാൾക്കും ഇതറിയില്ല.
ഫോണിലുള്ള മുഴുവൻ സാധനങ്ങളും നിങ്ങളെ ഒരു ഫോണിലുള്ളത് ഞാൻ എടുത്തു തരാം. ഒരു എഞ്ചിനീയർക്ക് സാധിക്കും, വലിയ എഞ്ചിനീയർ ഒന്നും ആവണ്ട കേട്ടോ. ഒരു സാധാരണക്കാരൻ, എന്റെ മാറ്റം സാധാരണക്കാരന് പറ്റും. ഫോണിന്റെ ഉള്ളിലുള്ള ഏത് മാലൂമാത്തും ഇൻഫർമേഷനും ഡാറ്റയും, അത് വീഡിയോ ആണെങ്കിലും ചിത്രമാണെങ്കിലും ബാങ്കിന്റെ കണക്കാണെങ്കിലും ATMന്റെ ആണെങ്കിലും കോടികളുടെ കണക്കാണെങ്കിലും, അത് നിങ്ങളെ പെർമിഷൻ ഒന്നും വേണ്ട. നിങ്ങളെ പോക്കറ്റിൽ കിടക്കുന്നത് അമേരിക്കയിലെ ഒരു മനുഷ്യനെടുക്കാൻ, ദുബായി കിടക്കുന്ന ഏട്ടന്റെ പോക്കറ്റ് കിടക്കുന്ന വിവരങ്ങൾ രണ്ടത്താണിയുള്ള എനിക്കെടുക്കാൻ ഒരാളോടും ചോദിക്കണ്ട. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ വാട്സപ്പിലൂടെയും വൈറസിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും വിശദീകരിക്കണ്ട. അതിന്റെ അപകടം ഉണ്ടെന്ന് അറിയിച്ചാൽ പോരെ. കാരണം ഇത് ടെക്നിക്കൽ ക്ലാസ് അല്ലല്ലോ. ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് പുറത്തേക്ക് കാണാൻ പാടില്ലാത്ത ഒന്നും തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സൂക്ഷിക്കരുത്. അത് പറഞ്ഞുതരാം. എനിക്ക് പുറത്തൊരാൾ കാണും, സ്വകാര്യമല്ല, വേറൊരാൾക്ക് കിട്ടും എന്ന ഒരു ഓർമ്മയിലാവണം നമ്മുടെ ജീവിതം. ഞാൻ എന്തിനത് പറയുന്നറിയോ? ഇന്നത്തെ ഈ തലമുറ 18ഉം 11ഉം +2നും SSLCക്കും പഠിക്കുന്ന നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ മൾട്ടിമീഡിയ ഉപയോഗിച്ച് കാമുകന്മാരെയും മറ്റും ഒളിഞ്ഞിരുന്നു രഹസ്യമായ ഒരുപാട് നഗ്ന ചിത്രങ്ങളും നീല ചിത്രങ്ങളും നമ്മുടെ കുഞ്ഞു മക്കളുടെ പോക്കറ്റിലുണ്ട്. അത് ചോർത്താൻ അത്രയും ആൾക്കാർ അപ്പുറത്തുമുണ്ട്. അത് ചോർത്തുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. ചിത്രം മാത്രമല്ല മുഴുവൻ പോകും. ഇങ്ങനെ കുറെ കള്ളന്മാര് പരിസരത്തുണ്ട്. ഏറ്റവും വലിയ കള്ളന്മാർ ഇപ്പൊ ചിത്രം മോഷ്ടിക്കുന്ന കള്ളന. എങ്ങനത്തെ? ഒറിജിനലിനെ അഭിനയിച്ചത് ഇംഗ്ലീഷുകാരെ യൂറോപ്യൻസിന്റേത് ആർക്കും വേണ്ട. ഒറിജിനൽ ഉണ്ടോ എന്നാ ചോദിക്കണം. ആ ഒറിജിനൽ എങ്ങനെ മൊബൈലിലെത്തി? അതിനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു മോഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് അതിനായിട്ടൊരു വെബ്സൈറ്റ് ഒക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കാരണവന്മാരറിയണം. കുട്ടികളെ ഒറ്റയ്ക്ക് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുത്തുന്ന രക്ഷിതാക്കൾ ഇത് അറിയണം. വീട് പൂട്ടിപ്പോയി കല്യാണത്തിന് ഞാനില്ല, ഉമ്മ പൊയ്ക്കോ, എനിക്കൊരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വീട്ടിലിരുത്തുന്ന പ്രായപൂർത്തി ആയതും ആവാത്തതുമായ ആണും പെണ്ണും വീട്ടിലുണ്ടോ? അവര് www.reality ഷോയിലേക്ക് അങ്ങ് കയറും. നിങ്ങൾ വരുന്നവരെ അവർ റിയാലിറ്റിയിലാണ്. ഇത് ആർക്കറിയല്ലേ? ഒരു വാപ്പ് പറഞ്ഞ, എന്റെ വീട്ടില് കമ്പ്യൂട്ടർ വെച്ചുകൊടുത്തിട്ടില്ല, എന്റെ വീട്ടിൽ TV ഇല്ല, എന്റെ വീട്ടിൽ കേബിളില്ല, എന്റെ വീട്ടിൽ ചാനലില്ല, എന്റെ വീട്ടിൽ മ്യൂസിക് പോലുമില്ല. അങ്ങനെ എന്റെ കുഞ്ഞു മക്കളെ ഞാൻ വളർത്തി വലുതാക്കിയത് ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെയാണ്. അങ്ങനെ തന്നെ വളർത്തിയത്. എന്നാലോ ഈ പറഞ്ഞ എല്ലാ കുന്തം കുഞ്ഞുമോളെ പോക്കറ്റ് കിട്ടുകൊടുത്തേക്കുന്നത്. വീട്ടിലില്ല, ഓളെ പോക്കറ്റിലാണ്. അവളെ എപ്പോഴും ഇരുന്ന് കാണുന്നത്. അത് ഈ തന്തക്കറിയില്ല. ഇതിൽ TV ഉണ്ട്, ഇതിൽ അനാവശ്യമുണ്ട്, ഇതിൽ ഇന്റർനെറ്റ് ഉണ്ട്, ഇതിൽ നീയുണ്ട്, ചോപ്പുണ്ട്, മഞ്ഞയുണ്ട്, ഇതിലെല്ലാ കുറ്റക്കേടുണ്ട്. ലോകത്തിൽ ഒരുപാട് ആണായിട്ട് തുണി കുപ്പായില്ലാതെ അവള് കണ്ടു തുള്ളിത്താടുകയാണെന്നുള്ളത് ഈ ആ പെണ്ണിന് പറയില്ല, ആൺകുട്ടിക്ക് പറയില്ല, വാപ്പാക്ക് പറയും. വാപ്പാന്റെ വിചാരം അതൊന്നുമില്ല എന്നാ. പ്ലീസ്, ഞാൻ ഗ്രാമത്തിൽ ഇങ്ങനെ പച്ചക്ക് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് കേട്ടോ. അതുകൊണ്ട് ഇനി കുട്ടികൾക്കത് വേണോ വേണ്ടേ ഒന്നും കൂടി ചിന്തിച്ചോളി. വേറൊന്ന്, ഇങ്ങനത്തെ നല്ല ചിത്രങ്ങളൊക്കെ ആയാലും കേട്ടോ, പുറത്ത് കാണാൻ രസമുള്ള ഐറ്റംസ് 1 മിനിറ്റിൽ 1 കോടി കോപ്പികളായി പ്രചരിക്കും. അപ്പൊ എനിക്കൊന്നിന് കിട്ടിയാൽ, ഞാന് ഒന്നിന് ഞെക്കിയാൽ, എന്റെ ഒരു കുഞ്ഞു വിരലുകൊണ്ട് ഒന്നിന് ഞെക്കിയാൽ മതി, 1 കോടി ആളുടെ മുഖത്തേക്ക് അത് അങ്ങോട്ട് പോകും. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്റെ 3ാം ക്ലാസ്സിലെ മദ്രസയിൽ എന്റെ ഉസ്താദ് എനിക്ക് ചൊല്ലിത്തന്നു. എന്റെ ഒരാളെപ്പറ്റി ഉള്ളതോ ഇല്ലാത്തതോ അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്, പരദൂഷണം എന്ന്. അത് വൻ പാപമാണ്, വ്യഭിചാരത്തെക്കാൾ കുറ്റമാണെന്നും അത് ആ വ്യക്തിയോട് മാപ്പ് അപേക്ഷിച്ചല്ലാതെ പടച്ചവൻ പുറത്തു തരൂല എന്നും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഹജ്ജിന് മുമ്പൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പുറത്തു തരണിട്ട് പറഞ്ഞു പോണത്. എന്നാ ഈ പാപം മൊബൈൽ ഫോൺ കിട്ടാലാ? അവിടെ ഒരു തെറ്റ് ചെയ്തവൻ മലക്ക് നമ്മളെ തോളിൽ എഴുതി വെച്ചു, ഇതാ ഇവൻ ഒരു തെറ്റ് ചെയ്തവൻ എന്ന്. ഈ ഒരു തെറ്റ് മൊബൈൽ ഫോണിലിട്ടാലോ, വാട്സപ്പിലിട്ടാലോ, ഇന്റർനെറ്റിലിട്ടാലോ 1 കോടി. നമ്മളെ മലക്കിന് പണി കൂടി. 1 ചെയ്താൽ 1 കോടി എന്ന് എഴുതിയേക്കണം. അതിന് കമ്പ്യൂട്ടർ കോഴ്സിനൊന്നും മലക്കിഞ്ഞു പോകണ്ട. അയാൾക്ക് കണക്കൊക്കെ അറിയാം. അപ്പൊ മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിലൂടെ നമുക്ക് പെട്ടെന്ന് നരകത്തിൽ പോകാം. വാട്സപ്പിലൂടെ മൊബൈൽ ഫോണിലൂടെ പെട്ടെന്ന് സ്വർഗത്തിലും പോകാം. പുതിയ പത്തുവകൾ വരുന്നല്ലേ. ഇത് ഇനി വേറെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്താ ഇനി നമ്മളത് ശ്രദ്ധിക്കാത്തത്? ഓരോ മൊബൈൽ ഫോൺ എടുത്തു നോക്കി ഇതുപോലത്തെ വൃത്തികേട് കുറേയുണ്ട്. എന്നാൽ ആ ഇട്ട സാധനം നിങ്ങൾക്ക് പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതൊന്നും മായ്ക്കാൻ പറ്റൂല. ടിവിയിലൂടെ വന്നതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറയാം അത് അബദ്ധം പറ്റിപ്പോയതാണ്, മക്കളെ തിരുത്തിയേക്ക് പറഞ്ഞ കുറച്ച് ആൾക്കാരെ കേൾക്കും. ഇവിടെ 1 കോടി ആളുകളുടെ മുന്നിലേക്ക് അങ്ങ് പോയി.
ഒരു വാക്ക് പറഞ്ഞാൽ ആ മനുഷ്യനെ പോയി മാപ്പ് ചോദിക്കാം. 1 കോടി ലോകത്തേക്ക് എവിടേക്കെങ്ങൾ പോയിട്ട് നമ്മൾ പോയി മാപ്പ് ചോദിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആലോചിച്ച കുറെ കാര്യങ്ങളാണ്. 1 കോടി പാപങ്ങളാണ് 1 മിനിറ്റ് കൊണ്ട്. അതാണ് ഞാൻ പണ്ഡിതന്മാര് പറഞ്ഞ് ആ മസല വെച്ച് ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇതാ പറയാനുള്ളത്, വാട്സപ്പിൽ ഇടുക. നന്മയായാലും തിന്മയായാലും നന്മട്ടാലോ എങ്ങനെ മൊബൈൽ ഫോണില് അങ്ങനെ ഒരു പിക്ചർ ഇട്ടാൽ ഞാൻ മരിച്ചാലും എന്റെ മക്കൾക്ക് കിട്ടും, മക്കൾ മരിച്ചാൽ മക്കളെ മക്കൾക്ക് താബിയോ അങ്ങനെ പോയി ഖിയാമത്ത് നാൾ വരെ ആ പിക്ചർ, ആ വൃത്തികെട്ട സാധനങ്ങൾ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. അതിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ പേരാണ് ജാരിയായ സദഖ. നന്മ ചെയ്താൽ നന്മ വരും, തിന്മ ചെയ്താൽ തിന്മ വരും. ആവശ്യമില്ലല്ലോ. ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഒരു വഴി വെട്ടിക്കൊടുക്കുക, വെള്ളം കുടിക്കാൻ ഒരു കിണർ കളച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞേക്കാളും ഏറ്റവും നല്ല ഉദാഹരണം വാട്സപ്പിൽ ഇടുക എന്ന് പറഞ്ഞു കൊടുക്കി, ഇന്റർനെറ്റിൽ ഇടുക എന്ന് പറഞ്ഞു കൊടുക്കി. ഇനി സാധനം മാറ്റണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് പറയുന്നത്. എന്നാൽ അടുത്ത ഈ ഗ്രാമത്തിൽ സംഭവിച്ചത് കൂടെ എന്ന് പറഞ്ഞാൽ ഓരോ സംഭവം പറയുമ്പോഴാണ് ആ കഥയും കൂടി ഞങ്ങൾക്ക് ഓർക്കതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴൊപ്പം നിർത്തണമെങ്കിൽ ഇപ്പൊ നിർത്തങ്ങൾ പറഞ്ഞോളിട്ടോ. ഞാൻ പറഞ്ഞ 9:25 പറഞ്ഞ 30 നിർത്തേണ്ടതാണ്. 5 മിനിറ്റുള്ള എനിക്ക് സമയം. ഞാൻ മനസ്സിൽ ഓർത്തിട്ട് സമയം എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരു 10 കൂടി പോവല്ലേ നിങ്ങൾ താല്പര്യം? കാരണം വീട്ടിൽ പോണേ 10 വരെ പോകണമെന്നാ കാരണം അവർ പറഞ്ഞു. എപ്പോ പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയവും കണക്കും ഒന്നുമില്ല. ഒറ്റ ആളെ മുമ്പിൽ കാത്തെടുത്ത ആളാണ് ഞാൻ. ഒരാളിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അത് സൗണ്ട് ഓപ്പറേറ്റർ എന്നാക്കൊക്കെ പോയി. അപ്പൊ അത് പ്രശ്നമൊന്നുമില്ല എനിക്ക്. കാരണം എന്റെ നെയ്യത്ത് 1000 ആയിരുന്നു. അതിന്റെ കൂലി പടത്തൊന്നുമില്ല. രണ്ടത്താണിന്ന് 55 കിലോമീറ്റർ കാർ ഓടിച്ചാ വരുന്നത്. എന്തായാലും അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് തരും. എന്റെ ഉപ്പയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. ഒരു തലീക്കെട്ടും ഒരു തൊപ്പിയും ധരിച്ച് എന്നെയും ഒരു പള്ളി ദർശനം ഏൽപ്പിച്ചു. പക്ഷെ 4 ദിവസത്തെ ഉസ്താദിന്റെ മുന്നിൽ ഇരുന്നുള്ളൂ ഞാൻ. പടത്തന്നെ വേറെന്തോ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്റെ കയ്യിൽ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വലിയ ഒരു ആലിമാക്കണം, ഒരു ഉസ്താദാക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കോലത്തിലാണ് പറയുന്നത് മാത്രം. അൽഹംദുലില്ലാഹ് എന്റെ ഉപ്പ സന്തോഷിച്ചിരിക്കുന്നുണ്ടാവും. ഖബറിൽ കടന്നിട്ട് അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഇതിന്റെ പ്രതിഫലം പടച്ച റബ്ബ് എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതല്ലേ നമുക്കിനി ബാക്കിയുള്ള ഉമ്മാക്ക് ബാപ്പാക്കും ചെയ്യാനുള്ള അത്രയും ഉണ്ടാവുള്ളൂ. അപ്പോ ഇതുപോലെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ പാവം പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു സഹോദരൻ അങ്ങോട്ട് കൈ പിടിച്ചൊരു സൈഡിൽ കണ്ട് കൊണ്ടുപോയി. എന്നോട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ ആ ദുരന്തം ഇവിടെയാണല്ലോ? മോനെ ഒന്ന് പറഞ്ഞുകൊണ്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും കൂടി പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞ ആ സഹോദരൻ നേരേക്കും ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ദുരന്തം നടന്ന ഭൂമിയിൽ നിന്ന് പറഞ്ഞതായി അയാൾ പറയാ. അയാള് ആ മനുഷ്യൻ പേരൊന്നും ഇവിടെ പറയില്ല, ഗ്രാമം പറയില്ല. ഒരു മനുഷ്യൻ അങ്ങനെ കൂട്ട. ആ സഹോദരൻ ഗൾഫിലായിരുന്നു. 10 കൊല്ലമായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. എല്ലാ വർഷവും അയാൾ നാട്ടിലേക്ക് വരും. സുമുഖരും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ, ഉപ്പ ഉമ്മ, നല്ല ദീനീ ബോധമുള്ള നല്ല കുടുംബം, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന തന്റേടമുള്ള ഒരു യുവാവ്. അദ്ദേഹത്തിന് പെണ്ണ് കെട്ടണം. 10-25 വയസ്സ് കഴിഞ്ഞു. അവസാനം ഒരു പെൺകുട്ടിയെ ഇഷ്ടായി. പല കുട്ടിയെയും പോയി നോക്കി അവസാനം 9ാമത്തെ വരയിൽ ആ കുട്ടിയെ ഇഷ്ടായി. വിവാഹം കഴിഞ്ഞു. അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. 1 മാസം ലീവുണ്ട്. അവരിങ്ങനെ പോകുന്നതും വരുന്നതും കണ്ടപ്പോൾ അയൽവാസികൾ പറയാൻ തുടങ്ങി, എന്തൊരു ചാർച്ച, എന്തൊരു ജോഡി, ആ ഉപ്പയുടെ ഭാഗ്യം, ആ ഉമ്മയുടെ ഭാഗ്യം തന്നെ. ദീനിയായ കുട്ടി, അന്തസ്സും മര്യാദക്കും ജീവിക്കുന്ന നല്ലൊരു കുടുംബം, ഒരു റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ 30 ദിവസം അവർ ഒരുമിച്ച് ജീവിച്ചു. അങ്ങനെ വരൻ സഹോദരൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, എന്നെ നിനക്ക് കാണണമെങ്കിൽ നമുക്കിനി ഒരുമിച്ച് കാണാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. തുറക്ക് എന്റെ മൊബൈൽ ഫോൺ. തുറന്നു. 2 പേരെ മൊബൈൽ ഫോണും തുറന്നു പിടിച്ചു. പലതും അവർ കാണിച്ചു. പല ചിത്രങ്ങളും അദ്ദേഹം പകർത്തി. അതുമായി പോയി നേരെ ഗൾഫിലേക്ക്. എന്തിന്? അവിടെ നിന്ന് ഒന്ന് കാണാൻ, എപ്പോഴെങ്കിലും തോന്നുമ്പോ ഒന്ന് നോക്കാൻ. കുപ്പായം തോന്നിയുള്ളതും ഇല്ലാത്തതുമായ പല ചിത്രങ്ങളും അവരങ്ങ് പകർത്തി വിദേശത്തേക്ക് അങ്ങ് കൊണ്ടുപോയി നിൽക്കുന്ന സമയത്ത് അതാ തന്റെ സുഹൃത്തുക്കൾ ആ വീട്ടിലേക്ക്, ആ റൂമിലേക്ക് കയറി വരിക. എന്നിട്ട് ചോദിച്ചു, എവിടെ എന്റെ ഭാര്യ കൊടുത്തുവിട്ട സമ്മാനം, എവിടെ ലബ്ഡി, എവിടെ ജിലേബി, എവിടെ കല്യാണ പാർട്ടി എനിക്ക് കിട്ടിയിട്ടില്ല മോനെ, എടാ ആ പെട്ടിയിലുണ്ട്, എല്ലാം ഞാൻ തരാം, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സഹോദരങ്ങൾ ആ സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്ന് ഇവൻ ബാത്റൂമിൽ കയറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സഹോദരൻ കുളിക്കാൻ കയറുമ്പോ മൊബൈൽ ഫോൺ എവിടെ വെക്കല്? ടേബിളിൽ അവിടെ വെച്ചു. ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ ടേബിളിൽ അവിടെ വെച്ചു. തന്റെ സുഹൃത്തുക്കൾ ഓരോന്നായി അതിന്റെ മെനുവിലൂടെ കടന്നു ചെന്ന് ഓരോ ചിത്രവും കണ്ട് ഞെട്ടിത്തെരിച്ചു. പരസ്പരം അങ്ങ് ഷെയർ ചെയ്തു. പെൺകുട്ടിയെ മുഖം അവർക്ക് തിരിച്ചറിയില്ല, ഭാര്യയാണെന്ന് അറിയില്ല. ഇവനെ മനസ്സിലായി ഇതോ പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ആ ചിത്രങ്ങൾ അങ്ങ് ഷെയർ ചെയ്തു. നല്ല റിയാലിറ്റി ഷോ ഇതുപോലെ ഷെയർ ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ 1 കോടി കോപ്പികളാകുമെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുകയാണ്.
അതും ഇവിടെ സംഭവിച്ചു. ഒന്നും അറിയാതെ തല തുടച്ചുകൊണ്ട് സഹോദരൻ പുറത്തേക്ക് വരുന്ന സമയത്തതാ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു. ഓടി വന്ന മൊബൈൽ ഫോൺ അങ്ങ് ചെവിയിൽ വെച്ച സമയത്ത് അതാ നാട്ടിൽ നിന്നും ഈ പെൺകുട്ടിയുടെ ഭാര്യയുടെ ആങ്ങള ബ്രദർ ഇൻ ലോ അളിയനാണ് വിളിക്കുന്നത്. അളിയാ, താനി എന്ത് മണ്ടത്തരമാടോ ഈ ചെയ്യുന്നത്? എന്റെ കുഞ്ഞു പങ്ങളുടെ തീര ചിത്രങ്ങൾ നീ എന്താണ് ഈ ചെയ്യുന്നത്? എനിക്കൊരു സുഹൃത്താണ് ഇത് അയച്ചു തന്നത്, എനിക്ക് ഭ്രാന്താണടാ, നീ എന്താണ് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പം ഇവന്റെ സമനില തെറ്റി. ഇവൻ വാവിട്ട് കരഞ്ഞു, നാവുകൾ അകറിപ്പോയി. ഒന്നും ജനിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പം ഈ ഒപ്പമിരുന്ന സുഹൃത്തുക്കൾ ചോദിച്ചു, ആരാ വീട്ടിൽ നിന്ന് വിളിച്ചത്? ആരാ മരണപ്പെട്ടത്? സഹോദര, നീ സമാധാനപ്പെട്, നമുക്കതിന് വഴിയുണ്ടാക്കാം. ഒരു മരണ വാർത്ത കേട്ടതിനേക്കാളും സീരിയസ്. മിണ്ടാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം അങ്ങ് ഇരുന്ന് കൈയിങ്ങനെ വറക്കായിരുന്നത്രേ. ആ സമയത്ത് അത വരുന്നു രണ്ടാമത്തെ കോൾ. പ്രിയപ്പെട്ട ഉപ്പയുടെ കോളാ, ഇവന്റെ ഉപ്പയുടെ കോള്. ഉപ്പാന്റെ കോൾ അങ്ങ് ചെവിയിൽ വെച്ച് വറക്കുന്ന കൈകളോടെ ചെവിയിൽ വെച്ചപ്പം പ്രിയപ്പെട്ട പിതാവ് നാട്ടിൽ എന്ന് പറഞ്ഞത്, മോനെ, ഇന്ന് കാലത്ത് 8 മണിക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതാ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു. അവളുടെ ഫോണിലേക്ക് ഏതോ ഒരു ചിത്രം വന്നുവെത്രേ. നീ വന്നല്ലാതെ ഈ മയ്യത്ത് താഴെ ഇറക്കൂല എന്ന് പോലീസുകാർ പറഞ്ഞിരിക്കുന്നു. മോനെ, നിനക്ക് വരാൻ കഴിയോടാ? ഇത് കേട്ടവുടനെ ഒരു ഭ്രാന്തനെ പോലെ ആ സഹോദരൻ ആ വീട് വിട്ടൊരു ഓട്ടമാ. നാഷണൽ ഹൈവേ, അവിടുത്തെ ഗൾഫിലെ ഹൈവേ റോഡ് അങ്ങ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് വരുന്നു ഒരു കാറ്. ഒരു പൊട്ടലും ഒരു തലയോട്ടി ഉരുണ്ടുപോകുന്ന ശബ്ദവുമാണ് തൊട്ടടിയിരിക്കുന്ന സഹോദരങ്ങൾ കണ്ടത്. എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും അറിയില്ല. നാട്ടിൽ ഒരു മരണം, അവിടെ ഗൾഫിൽ ഒരു മരണം. ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരത്തിന് വിവരമില്ലാത്തത് കൊണ്ടാണോ, ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ, ആ പെൺകുട്ടിക്ക് അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണോ? അല്ല, ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട്, എന്റെ കല്യാണം കഴിച്ച് ഈ ഇന്നത്തെ ഇളമുറയോട് എനിക്ക് പറയാനുള്ളത്, മൊബൈൽ ഫോണിൽ കൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ചെയ്തികൾ ചെയ്യില്ല. പടച്ച റബ്ബ് ഭൂമിയിൽ തന്നെ ശിക്ഷ തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാം ചെയ്യുന്നതിന്റെ പ്രതിഫലം ഒരു പക്ഷേ റബ്ബ് ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരീക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതായിരിക്കും ഇത്. പാവം 4-5 കൊല്ലം കഴിഞ്ഞു. ആ മാതാവും പിതാവും ഇന്നും കണ്ണീരോടെ വീട്ടിൽ കാത്തിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മകൻ ഒരു പോറൽ പോലും ഏൽക്കരുത് നാഥാ, എന്റെ കുഞ്ഞിന്ന് വരും, നാളെ വരും. അറിയിച്ചിട്ടില്ലത്രേ, അറിയിച്ചിട്ടില്ല. ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞ് സമനില തെറ്റിക്കൊണ്ട് ആ പാവം ഉപ്പയും ഉമ്മയും ഇന്ന് വീട്ടിലിരിക്കുക. അതുകൊണ്ട് ഈ ഒരു ദുരന്തം എന്റെ പ്രിയപ്പെട്ട കുടുംബ സദസ്സിൽ ഒരാർക്കും ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടായി എളിയവൻ ഇങ്ങനെ വാവിട്ട് കരഞ്ഞു പറയുന്നത്. മൊബൈൽ ഫോണിന്റെ ദുരന്തം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ എത്രയോ കേട്ടതാ, എത്രയോ ആത്മഹത്യകൾ, എത്രയോ കൊലപാതകങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു, എത്രയോ നല്ല കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും എന്തേ ഇതിന്റെ പുറത്ത് പ്രേമിച്ച് കെട്ടിപ്പിടിച്ച് പോണോ നമുക്ക്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തമാശക്ക് പോലും ഭർത്താവ് പറഞ്ഞാൽ പോലും, ഭാര്യ പറഞ്ഞാൽ പോലും, തമാശക്ക് പോലും സ്വന്തം കയ്യിലുള്ള അല്ലെങ്കിൽ മറ്റു മൊബൈൽ ഫോണിലോ നമ്മുടെ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ നിങ്ങൾ പകർത്തരുതേ. അങ്ങനെ പകർത്തിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾ മതി, നിങ്ങൾ പുറത്തേക്ക് കൊടുക്കണ്ട. ചുറ്റുഭാഗം കള്ളന്മാരുണ്ട്, നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, ഹാക്കേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക. അത്തരം കള്ളന്മാർ അത്തരം ചിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും അവരത് ഊറ്റിക്കൊണ്ടുപോയി ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യും. നമ്മുടെ തലയുള്ള നമ്മുടെ പാവന്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും ഫോട്ടോ ഇന്ന് ഇന്റർനെറ്റിൽ വിരസുന്നത് എത്രയോ ചെറുപ്പക്കാര് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ എത്തി അവിടെ? ഇന്ന് നമ്മളെ കാരണന്മാർക്കറിയോ അങ്ങനെ ഒരു ലോകമുണ്ടെന്ന്? ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ലോകം മറക്കണ്ട. ഈ ലോകം എന്ന വെബ്സൈറ്റിലെ നീല ചിത്രങ്ങളിലൂടെ നമ്മുടെ പെങ്ങന്മാർ, ഉമ്മമാർ, അമ്മമാരുടെ തലകൾ ഓരോന്നും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ചിത്രങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടത്രേ. പകരം ഇന്നത്തെ ഗ്രാമത്തിലെ നാടൻ പെണ്ണുങ്ങളുടെ, നാടൻ ആണുങ്ങളുടെ, സ്ത്രീകളുടെ നഗ്ന ചിത്രം മതിയെന്ന് 10ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരിയും ഉറക്കെ പറയാൻ തുടങ്ങിയ സമയമാണ് ഇതൊക്കെ. എന്നിട്ടും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുക. ഇങ്ങനെ പോയാൽ നമ്മുടെ ലോകത്തിന്റെ ദുരന്തം എവിടേക്കാ പോകുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. അതൊക്കെ ചിന്തിച്ചത് കൊണ്ടാ ഒരു നിമിഷമെങ്കിലും ഞാൻ എന്റെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. അതുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല. എനിക്കിതിന്റെ കച്ചവടമാ പണി, ഇതെനിക്കെന്റെ റിപ്പയറാ പണി. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് റിപ്പയർ ചെയ്യുക. ആ റിപ്പയർ ചെയ്യുന്ന നല്ല മനസ്സിന്റെ ഉടമകളാ എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നത്. ഇന്നലെ കിട്ടിയ ചിത്രം, ഇനിഞ്ഞാന്ന് കിട്ടിയ ചിത്രം, അതോടൊപ്പം ഇപ്പോഴാ വേറൊരു വണ്ടിയും വലി വന്നിട്ടുണ്ട്. പറഞ്ഞുതരാം. ചിത്രം ഇല്ലെങ്കിലും പറഞ്ഞുതരാം. നിങ്ങൾ എത്ര മായ്ച്ച് ഫോർമേറ്റ് ചെയ്യും, ഡിലേറ്റ് ചെയ്യും, ഇങ്ങനൊക്കെ എടുക്കൂട്ടോ. സഹോദരങ്ങൾ കുറെ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കും എടുക്കാൻ നല്ല പൂതി ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
1990. പക്ഷെ മൊബൈലില്ലല്ലോ ഒന്ന്. കോണിക്ക കൊടാക്കിന്റെ പാടം ഞാൻ കുറെ വാങ്ങിക്കൊടുന്നു. ഫിലിമേ ഒരു ക്യാമറയും വാങ്ങി. എന്നിട്ടാണ്ട് അടിച്ചു കുറെ ഫോട്ടോ, സ്വന്തം കിട്ടിയുള്ള ഫോട്ടോ കാണാൻ. പക്ഷെ ഇത് കൈജയിലെ അന്ന് കാണും, അടിച്ച കാണാൻ പറ്റില്ലല്ലോ. കുടുങ്ങി ഞാന്. ഇതേറ്റ് കുറെ ലാബിൽ പോയി ഇങ്ങനെ നിൽക്കും, കഴിക്കുമ്പോ ഓൻ കാണൂലേ. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, ഞാൻ അതിന്റെ തൊട്ട് കഴിച്ചു. പിന്നെ മൊബൈൽ ഇറങ്ങിയോട് കൂടി ആ സൗകര്യം ആയല്ലോ, എടുക്കുക കാണുക വായിക്കുക, അത്രേ ഉള്ളൂ. ഒരു തമാശ. ഇന്നത്തെ ഈ തലമുറയുടെ തമാശകളാണ് ഈ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം ഉള്ളത് ഈ പാവങ്ങൾ അറിയുന്നില്ല. അങ്ങനെ മായ്ച്ചു കളഞ്ഞ് ഈ ഫോൺ നമ്മൾ എന്താ ചെയ്യല് അറിയോ നിങ്ങള്? ഒരു 6 മാസം ഒരു കൊല്ലം കഴിഞ്ഞത് വിൽക്കൂലേ? വീടിയെ കൊണ്ടു വേറെ വാങ്ങൂലേ? ആ കിട്ടിയവൻ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എടുത്ത് മായ്ച്ചു കളഞ്ഞ ചിത്രം വർഷങ്ങൾ കഴിഞ്ഞാലും ആ മൊബൈൽ ഫോണിൽ നിന്ന് തിരിച്ചെടുക്കുന്ന സംവിധാനം ഉണ്ട് ഇപ്പൊ കടയില്. അങ്ങനെയാ ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് ഇന്റർനെറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാ റിയാലിറ്റി ഷോ നമ്മളെ മക്കൾ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വല്ല ചിത്രങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ എന്നേക്കുമായി നശിപ്പിക്കുക. ഹൈവേ റോട്ടിൽ പോയ കണ്ടെയ്നർ ലോറി പോകുന്നത് കാണാം, ഇട്ടുകൊടുക്കി റോട്ടിലേക്ക് ഇട്ടേ ഒരു പൊട്ടിയിട്ട് തിരിച്ചു പോന്നാൽ മതി. ഉറപ്പായിട്ട് എന്നെ കയറിക്കണം, ഉറപ്പായിട്ട് തിരിച്ചു പോന്നാൽ മതി. ഒരു 20,000 പോവുള്ളൂ, മാനം പോകില്ലല്ലോ. വേറെന്താ ചെയ്യാ കേട്ടോ? അങ്ങനെ ചെയ്തേക്ക് വല്ലതുണ്ടായി ആദ്യം ചെയ്യാ. വല്ലതും ചെയ്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കുറെ ഫോൺ ഉണ്ടാവും ഇങ്ങനെ റോട്ടിൽ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ കിടക്കണം. ഏവട്ടെ. അടുത്ത ഒരു ദുരന്തം. ചെവിന്റെ ഉള്ളിൽ MP 2 തിരികേണ്ട വെക്കും ഇന്ന് യുവാക്കള്, കുറെ കുട്ടികളും മക്കളും ഒക്കെ കൂടി. ഇപ്പൊ കാരണന്മാരും തുടങ്ങിക്കണേ ഇളക്കല്. റോട്ടിൽ കൂടി നേരക്ക് വടക്കുന്നില്ലല്ലോ, അവരുടെ ഇളകിയിട്ടാണ്. മോട്ടോർ സൈക്കിളിൽ പോകണുണ്ട് കണങ്ങള്. MP 3 പെട്ടിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് എന്റെ വീരൊക്കെ ഇങ്ങനെ പോകണുണ്ടല്ലോ. നിങ്ങള് കള്ളുടിച്ചതല്ല, പാട്ട് കേട്ട് പോവുക, ഡാൻസാ. എങ്ങനെ ഉണ്ടാവും അടുത്ത ലിമിറ്റഡ് സ്റ്റോപ്പ് വരുമ്പോ? എത്രണ്ണാ പൊട്ടിത്തെറിച്ച് പോണത്? എന്തിന് കുട്ടികളെ കൊണ്ടുപോയി കൊടുക്കണം? ഇവിടെ ചെറിയ മക്കളേറ്റ് രക്ഷിതാക്കൾ പോവാ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ. എന്റെ ചോദിച്ചോ, ഇവന്റെ ചെവി വേണ്ടത്ര ശരിയല്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല്ല, ഒട്ടനാ ഇവൻ. ഒന്ന് പരിശോധിച്ചു. അപ്പൊ എന്താ 24 മണിക്കൂർ MP 3 കൊണ്ട് കയറ്റിക്കണു തലയില്. മ്യൂസിക് അങ്ങനെ കയറ്റി വിടുകയാണ്. പൊട്ടനയക്കണ കുട്ടി, അതും അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല, മന്ദബുദ്ധി അയക്കണു. ഒന്നും ഇനി കേൾക്കൂല. ഭാവിയിൽ മുഴുവൻ പൊട്ടനാകും. 100 കണക്കിന് ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. MP 3 നേരം പുലരുവോളം ചെവിക്ക് തിരികെ വെച്ച് കിടന്നുറങ്ങ. എത്രയോ വീട്ടിലുന്നുണ്ട്. ഉറങ്ങിക്കിടന്നാൽ അത് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴാ ഉമ്മ അതിങ്ങനെ ഇട്ടേക്ക സാധനം. പടത്തോനെ കണ്ടതാണ് എന്റെ ഒരു കുടുംബത്തിൽ പോയപ്പോ. കുട്ടിയുടെ ഉറങ്ങിക്കണു ഈ സാധനം വെച്ചിട്ട്. പാട്ട് നിന്നിട്ടുണ്ടാവില്ല. നേരം പുലരുവോളം ഇതിങ്ങനെ കേട്ടില്ലേ, ഒരു ഹൈ ഫ്രീക്വൻസി വേവ്സ് എന്നാ പറയുന്നതിന്. ഹ്യൂമൻ വോയിസിന് കുഴപ്പമില്ല. പാട്ടിനോ ബയലിനോ പ്രസംഗത്തിനോ ഒരാളെ സംഭാഷണം കേൾക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മ്യൂസിക്, ഗിറ്റാർ, ഇൻസ്ട്രുമെന്റൽ വോയിസ്, അത്തരം സാധനങ്ങളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രുമെന്റ് വോയിസ് ആണ് ഈ ഹാനികരം എന്നുള്ളതും ഡോക്ടർ പറഞ്ഞു. ഇതുണ്ടാക്കിയത് മുസ്തഫയും പിന്നെ അബൂബക്കറും മുസ്ലിമായ ശാസ്ത്രജ്ഞരൊന്നല്ല, അരവിന്ദനും ജോസഫും ഒക്കെയാണ് ഈ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ അത് അതിനു വേണ്ടി പറയണം അല്ല. ഞാൻ അതിലേക്കും ഹറാമും ഹലാലിലേക്കും കറാഹത്തിലേക്കും ഒന്നും പോകുന്നില്ല. അതിന് എനിക്ക് അതിനുള്ള അറിവുമില്ല, ഞാൻ വിട്ടേക്ക്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇത് കാര്യം ഉറപ്പാ, മ്യൂസിക് വെച്ച് കേട്ടാൽ, കൂടുതൽ മ്യൂസിക് കേട്ടാൽ പൊട്ടനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇനി ആലോചിച്ചോളെ, കുട്ടികൾക്ക് മ്യൂസിക് വെച്ച് കൊടുക്കണോ? ഇതാ ലഹരി. നേരത്തെ പറഞ്ഞതാ, ആമുഖ ഭാഷണത്തിൽ പറഞ്ഞതാ, മക്കൾക്ക് കംപ്ലീറ്റ് ലഹരി ബാധിച്ചിട്ടുണ്ട്. എന്താ ലഹരി? കള്ളും കഞ്ചാവും മാത്രമല്ല ലഹരി. മൊബൈൽ ഫോൺ ലഹരിയാകും. ഒരു പ്രത്യേക വസ്തുവിനോട്, ഒരു പ്രത്യേക സാഹചര്യത്തോട് അടിമപ്പെടല ലഹരി എന്ന് പറഞ്ഞ. കള്ളും കഞ്ചാവും മുറുക്കാനും വീടും സിഗരറ്റും മനോരമയും തന്ത്രിക്കും രസായനും ഒക്കെ പെടും അതില്. പച്ചവെള്ളം പോലും ചോറും ചപ്പാത്തിയും ഒക്കെ പെടും അതില്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ. ചില ആൾക്കാർക്കുണ്ട് രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയില്ലേ പിന്നെ കക്കൂസിന് ഡാഷ് വരൂലത്രേ. അപ്പൊ എന്താ ലഹരി? കട്ടൻ ചായ ലഹരി. പത്രം ഇല്ലെങ്കിൽ ഉറക്കെഴുന്നില്ലാറുന്നവരുണ്ടല്ലോ. എന്താണ് ആ പത്രത്തിൽ ലഹരി? ഇന്നത്തെ സീരിയൽ ബന്ധാണെങ്കിൽ ഭാര്യക്ക് അടുക്കളയിലെ ചാറ് ശരിയാവില്ല. എന്താ കാരണം? ആ സീരിയലിൽ ലഹരി. ഇന്നെ വാൽപ്പം കെട്ട് വന്നില്ലെങ്കിൽ അതിൽ നിന്ന് ലഹരി. സീരിയലിന്റെ ഒരെണ്ണം മുറിഞ്ഞു പോയാൽ അങ്ങനെ പലതിലും ലഹരി. മോട്ടോർ സൈക്കിൾ ലഹരി. കുട്ടികൾ മോട്ടോർ സൈക്കിൾ കയറിയിരിക്കും. കുറച്ച് സമയം ഇപ്പോൾ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഒരു ലഹരിയായി, പിന്നെ അത് കിട്ടണം. മൊബൈൽ ഫോണിൽ കളിച്ചാൽ പിന്നെ അത് ലഹരി. അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അതുകൊണ്ട് കുഞ്ഞുനാളിൽ നിങ്ങൾ കളിക്കാൻ എന്ന പേരിൽ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. മോട്ടോർ സൈക്കിൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടി ലഹരിക്ക് അടിമപ്പെടും. അങ്ങനെ ആ ലഹരിക്ക് അടിമപ്പെട്ടാൽ ആ കുട്ടി പിന്നെ അതിന്റെ പുറത്ത് ഇറങ്ങില്ല, അള്ളിപ്പിടിച്ച് അവിടെ ഇരിക്കും. പിന്നെ കറക്കം കമ്പിടിച്ച് ബൈക്കിന്റെ പുറത്താ. അങ്ങനെ അമിത ലഹരിയിൽ അവനും മരണപ്പെടും. മൊബൈൽ ഫോണിൽ തോണ്ടി തോണ്ടി അവനും അവളും ഒളിത്തോടും. ഒക്കെ ലഹരിയാണ്, അപകടമാ. ആ ലഹരിയാണ് ഇവിടെ പറയുന്നത്. ഇതാ വേറൊന്ന് 4 പോകേണ്ടിയില്ല. ഒന്നിന്റെ പുറത്ത്
ക്യാമ്പസിലും സ്കൂളും മുറ്റത്തൊക്കെ പോയിട്ട് മുറ്റത്തുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇത്? രക്ഷിതാക്കളെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതുണ്ടല്ലോ, 4 പോണു, എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്താ കാരണം? അവർക്ക് എവിടുന്ന് ഈ മോട്ടോർ സൈക്കിൾ കിട്ടി? 15, 16 വയസ്സായ കുട്ടി ഇവിടുന്ന് 1,50,000-ന്റെയും 60,000-ന്റെയും ബൈക്ക് കിട്ടി. രക്ഷിതാക്കളായ ഞാനും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടല്ലേ മക്കളെ കൊലക്ക് കൊടുക്കുക ഇതിനൊക്കെ പറയാ? ഒരിക്കലും ഒരു രക്ഷിതാവ് ഓർക്കുന്നില്ല അവന് ഇത് ലൈസൻസ് ഇല്ല എന്ന്. കേട്ടോ? മറ്റൊന്ന്, 9 പഠിക്കുന്ന കുട്ടി ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഒരു ഇതോട് കൂടി നിർത്തുകയാണ് കേട്ടോ, കഴിഞ്ഞു. 9 ഈ കഥയും അതിനൊരു സൊല്യൂഷനും പറഞ്ഞു നിർത്തുക. ഈ സ്ലൈഡ് ഞാൻ മറക്കുന്നില്ല, ഒരുപാടുണ്ട്, കാണാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 പിക്ചറും കൂടി ഉണ്ട് അതിനകത്ത്. എന്നാൽ ഈ സ്റ്റോറി പൂർത്തിയാക്കട്ടെ. 9 പഠിക്കുന്ന കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് വാങ്ങിത്തരും, കുട്ടികൾക്കൊക്കെ ഉണ്ട്, എനിക്കല്ലുള്ളൂ. വാപ്പ ഗൾഫിലാണ് കേട്ടോ, 10 സെന്റ് ഭൂമി ഏതൊരു ഇരിക്കൂരിയുള്ളൂ. വാപ്പാന്റെ കട മുഴുവൻ വീടിയിട്ടില്ല, പാവാണ്. അപ്പോഴും പറഞ്ഞു, ഉമ്മ പറഞ്ഞു, എടാ അതിനൊക്കെ ഒരുപാട് പൈസ ഉണ്ടെടുത്തില്ല. പച്ച കള്ളം പറഞ്ഞു മകൻ, ഉമ്മ ഇന്ന് 10,000 രൂപ തന്നാൽ ഒരു മോട്ടോർ സൈക്കിളും കിട്ടും, കൂടെ ഒരു മൊബൈൽ ഫോൺ ഫ്രീ കൊടുക്കുന്നുണ്ട്. എത്ര തവണ ഞങ്ങളോട് പറഞ്ഞു ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാൻ, ഇപ്പൊ അത് 2 കൂടി 10,000-ന് കിട്ടും. പാച്ചാ പൊള്ള്. ആ ഉമ്മ അങ്ങ് വിശ്വസിച്ചു. മക്കൾ പറയുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു പറ്റം ഉമ്മമാർ മക്കളുടെ വാക്ക് അപ്പടി എടുക്കും. അവിടുത്തെ മാഷോടോ അയൽപക്കത്തോ ഭർത്താവിനോട് പോലും ചോദിക്കൂല. മക്കളുടെ വാക്ക് അങ്ങനെ അങ്ങോട്ട് വില കൊടുക്കുന്ന ഒരു ഉമ്മമാർ. പാടില്ല ഉമ്മ, ഒക്കെ ആന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ അന്വേഷിക്കട്ടെ എന്നൊന്ന് പറഞ്ഞൂടെ? ഉമ്മ ചോദിച്ചു, പറഞ്ഞില്ല. പാവം കരഞ്ഞുകൊണ്ട് തന്റെ കയ്യില് സ്വർണ്ണവള ഊരിക്കൊടുത്തുകൊണ്ട് മകന് കൊടുത്തു 10,000. മകൻ അതാ കൊണ്ടുവരുന്ന ഒരു മോട്ടോർ സൈക്കിളും ഒരു മൊബൈൽ ഫോണും. ഒരിക്കലും കിട്ടൂലട്ടോ. അതുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. 5-6 മാസം കറങ്ങി. കുറെ സുഹൃത്തുക്കൾ വരുന്നേ പോണ് കളിക്കണ. ഉമ്മ ഉച്ചത്തോടെ പറഞ്ഞു, അവൻ മിടുക്കനാ, വാപ്പാനക്കായും ബുദ്ധിയൊക്കെ ഉണ്ട്. ഏതായാലും 5-6 മാസം പിന്നിട്ടു. അതാ ആ കുഞ്ഞുമോൻ ഒരു മോട്ടോർ സൈക്കിൾ അതാ ഒരു KSRTC ചുവട്ടിലേക്ക് പോയി. KSRTC കൂട്ടിയിടിച്ച് മയത്തില്ല, ബോധം നഷ്ടപ്പെട്ടു, ആശുപത്രിയിലേക്ക് ഓടണോ. വാപ്പയെ വിവരറിയിച്ചു. വാപ്പയും ഓടി വന്ന് ഉമ്മയും വാപ്പയും മുഖത്തോട് മുഖം നോക്കി പൊട്ടിക്കരയാൻ തുടങ്ങി. കുഞ്ഞുമോന്റെ വിരലൊന്ന് ചലിക്കുന്നത് നോക്കി ആ പ്രിയപ്പെട്ട മാതാവും പിതാവും കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒപ്പിട്ട് തരി, ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഡോക്ടർ ഇയാൾ ഒപ്പിട്ട് കൊടുത്ത് ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്ത് സുബ്ഹാനല്ലാഹ് ആക്കിന്ന് കീറി പൊളിച്ച് നോക്കുന്ന സമയത്ത് അന്നാക്കിന് തൊണ്ടക്കുഴിയിൽ 10 പാക്കറ്റ് പാൻപരാഗായിരുന്നു കിടന്നിരുന്നത്. ലഹരി ചേർത്ത, മദ്യം ചേർത്ത, മയക്കുമരുന്ന് ചേർത്ത ലഹരി, കെമിക്കൽ ലഹരി ചേർത്തിയ പാൻപരാഗ് 10 കുട്ടി എത്രാം ക്ലാസ് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ 10 കുട്ടിയുടെ ഡോസ്. ഇതെല്ലാം കൂടി വിഴുങ്ങി അണ്ണാക്കിൽ കുടുങ്ങിയവന്റെ ലഹരിയില അവൻ അപകടം സംഭവിച്ചത്. ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന്. ഇത് കണ്ട കുട്ടികൾ, തന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ കണ്ടിങ്ങനെ പോവാ ICUവില്. അതാ കുഞ്ഞുമോന്റെ കണ്ണിന് വെള്ളം ഇങ്ങനെ ഒഴുകണ്. ഒന്നും മിണ്ടാതെ ഇളകാതെ ചലിക്കാതെ കടുക്കുന്ന കുട്ടിന്റെ കണ്ണിലിതാ വെള്ളം വരുന്നു. ഡോക്ടറെ അതെന്താന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറയാ, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നുണ്ട്, അവൻ വാവിട്ട് കരയാണിപ്പോ. പൊന്നുമ്മയെ ചതിക്കരുത് മക്കളെ, ഞാൻ അമിത ലഹരിയിൽ ഉമ്മാനെ വഞ്ചിച്ച് ഞാനിതാ മോട്ടോർ സൈക്കിളിൽ അപകടം സംഭവിച്ചു ഇന്ത്യനായി മരണപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ ഉമ്മയതാ കരയണോ, എന്റെ ഉമ്മയതാ പൊട്ടിക്കരയണോ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഉമ്മയെ വഞ്ചിക്കരുത് കേട്ടോ എന്ന് വാവിട്ട് കരഞ്ഞ് പറയുന്നുണ്ടാവും. ചലനശേഷി നഷ്ടപ്പെട്ടത് കൊണ്ട് കണ്ണുനീർത്തുള്ളികൾ മാത്രം പുറത്തേക്ക് വന്നത്. കഴിഞ്ഞില്ല, 30 ദിവസം അങ്ങ് കഴിഞ്ഞു. ആ മോനങ്ങ് മരിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല, മറവ് ചെയ്ത്. വാപ്പയുടെ സമനില തെറ്റി. വാപ്പ കേൾപ്പിക്കൊന്നും പോണില്ല പറഞ്ഞു. മുഖത്തോട് മുഖം നോക്കി വീട്ടിലിരുന്നു. 6 മാസം പിന്നിട്ടു. ആ വീട്ടിലേക്ക് അത് 2-3 ഗുണ്ടകൾ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ മോട്ടോർ സൈക്കിൾ ജപ്തി ചെയ്യാൻ വന്നതാ. ആ ഉമ്മ പറയാ, 10,000 രൂപ കൊണ്ട് എന്റെ മോ വാങ്ങിയതാണ്, എന്തിനാ നിങ്ങൾ ജപ്തി ചെയ്യണം? അപ്പോഴാ പറഞ്ഞത് ഉണ്ടകൾ, 55,000 രൂപയാണ് തള്ളേ ഈ മോട്ടോർ സൈക്കിളിന്റെ വില. 45,000 രൂപ ഞങ്ങളുടെ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശക്ക് കൊടുത്തതാ. എല്ലാ മാസവും 3,000 രൂപ പലിശ അടക്കമടക്കാമെന്ന് നിങ്ങളുടെ മുഖം ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 6 മാസമായി ആ ഇൻസ്റ്റാൾമെന്റ് തുക കിട്ടിയിട്ടില്ല. മോ മരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് ആ ഉമ്മയും ഉപ്പയും പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്ക് മരണം, ഞങ്ങൾക്ക് പുല്ല് വിലയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്താ വലുത്, ഞങ്ങൾ കൊണ്ടുപോകുന്നു പറ. മോട്ടോർ സൈക്കിളേറ്റ് അങ്ങ് കൊണ്ടുപോയി. അപ്പോഴാണ് ആ ഒരുമ്പട്ട തന്ത ഓർക്കുന്നത്, എന്റെ കുട്ടിക്ക് ഇങ്ങനൊരു ദുരന്തമുണ്ടായിരുന്നു എന്ന്. ഓടിയ ഉപ്പ, ഞാൻ തന്ത എന്ന് പറയുന്നത് അങ്ങനെ തന്നെ, ഉപ്പയുടെ അശ്രദ്ധക്കുറവാ. ഞാനാണെങ്കിൽ ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദി. നേരെ സ്കൂളിലേക്ക് ചെന്ന് ഹെഡ്മാസ്റ്ററിനെ വിളിച്ചു. എന്താണ്, ഞാൻ ഇന്നെ മോനാന്ന് പറഞ്ഞേക്കാന് ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് നാട്ടി പുറത്താക്കിയിട്ട് ആ എച്ചമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ?
എത്ര തവണ വാണിംഗ് ലെറ്റർ തന്നു, ആ ബൈക്കുമായി കൊണ്ടുവരരുത്, മോട്ടോർ സൈക്കിൾ പാടില്ല, മൊബൈൽ ഫോൺ പാടില്ല എന്ന്. എന്നിട്ട് എന്തേ നിങ്ങൾ ആരെങ്കിലും അത് അന്വേഷിക്കാൻ ഈ മുറ്റത്തേക്ക് കടന്നു വന്നോ? നിങ്ങളുടെ മകൻ ആ തോണ്ടിക്കളിക്കുന്ന മൊബൈൽ ഫോണിലൂടെ നൂറുകണക്കിന് കുട്ടികളെ ബ്ലൂ ഫിലിമിൽ ചെക്കാച്ചുകൊണ്ടല്ലേ അവൻ മദ്യപിച്ചത്, പാൻപരാഗ് ഓടിച്ചത്, അവന്റെ മോട്ടോർ സൈക്കിൾ എണ്ണ ഒഴിച്ചത്, അവന്റെ തോണ്ടിക്കളിക്കുന്ന മൊബൈൽ റീചാർജ് കൂപ്പൺ നടത്തത്, അവൻ 3000 രൂപ എല്ലാ മാസവും ഉണ്ടാക്കുന്ന കാശ് എങ്ങനെയാണെന്ന് ഒരു നിമിഷ നേരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴാ അന്വേഷിച്ചു വന്നത്. മരിച്ചതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, എത്രയോ കുട്ടികളുണ്ട്, ഇനിയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താമല്ലോ പറഞ്ഞ് ആട്ടി ഓടിപ്പിച്ചു വിട്ടു. കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് മുഖത്തോട് മുഖം നോക്കി പൊട്ടിക്കരഞ്ഞു. മാനവം പോയി, സമ്പത്ത് പോയി, എന്റെ കുഞ്ഞിന്റെ ജീവനും പോയി, ഇനി ഈ ഭൂമിയിൽ എന്താണ് തമ്പുരാനെ അടുത്ത ശിക്ഷ എന്ന് പറഞ്ഞ ആറ്റങ്ങായി കരയാൻ തുടങ്ങി. 6 മാസം പിന്നിട്ടു. അത് വരുന്നൊരു പോലീസ് വാഹനം ആ വീട്ടിലേക്ക് ആകെ നെറ്റിദ്ധരിച്ചുപോയി. എന്ത് ഈ വീട് ജപ്തി ചെയ്യാൻ വന്നതാണെന്ന്. ആ ഉപ്പയും ഉമ്മയും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു കരഞ്ഞുകൊണ്ട്, ഒരു ഉറുപ്പ് ഞങ്ങൾ ആർക്കും കൊടുക്കാനില്ലല്ലോ, പിന്നെന്തിന് ജപ്തി ചെയ്യണമെന്ന് പോലീസുകാർ പറഞ്ഞ മറുപടി കേട്ടോളൂ. നിങ്ങളുടെ മകൻ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ തൊട്ടു പുറകിൽ മറ്റൊരു കുട്ടി ഉണ്ടായി, 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. ഒരു കുട്ടി രക്ഷപ്പെട്ടു, ഒരാൾ മരിച്ചു. ഒരാളുടെ നട്ടെല്ല് പൊട്ടി ആശുപത്രിയിൽ അടിവിച്ച 4.5 ലക്ഷത്തോളം രൂപ ആശുപത്രി ചെലവ്. 1 രൂപ പോലും ഇൻഷുറൻസ് കമ്പനി തരില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളടക്കണം. കാരണം നിങ്ങളുടെ മകന് ലൈസൻസ് ഇല്ലായിരുന്നു, നിങ്ങളുടെ മകൻ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, നിങ്ങളുടെ മകൻ ഹെൽമറ്റ് വെച്ചില്ലായിരുന്നു, നിങ്ങളുടെ മകൻ ലഹരിയിലാണ് ഓടിച്ചത്, മദ്യപിച്ച ഓടിച്ചത്, അവന്റെ മൊബൈൽ ഫോണിൽ തോണ്ടി കളിച്ചുകൊണ്ടാണ് അവനെ യാത്ര ചെയ്തത്. അങ്ങനെ അപകടം. ആ നഷ്ടപരിഹാരം 8 ലക്ഷത്തോളം വരും. അത് ഇന്നടക്കണം, ഇല്ലെങ്കിൽ ഇത് ജപ്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയില്. ഇതിലേത് വേണം? അതാ കോടതി നടപടികളും. ഒരു സംഘടനയുമായി 2 ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി. ഏത് വേണം? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ജീവിക്കാൻ അനുവദിക്ക്, ഞാൻ ജയിലിലേക്കില്ല, എനിക്കൊരു വേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആ ഉമ്മയെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തടുത്തുള്ള തവനൂരിലെ വൃദ്ധസദനത്തിലേക്കാണ് ആ ഉമ്മയും ബാപ്പയും കയറിച്ചെന്നത്. ഇന്ന് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇന്ന് കാണാം കാലിൽ തങ്ങല കൊണ്ട് ബന്ധിച്ച ഒരു പ്രിയപ്പെട്ട രക്ഷിതാവിനെ. അപ്പുറത്തെ വനിതാ സെല്ലിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഉമ്മയെ. 10ഉം 15ഉം വയസ്സായ ആൺകുട്ടികളെ കണ്ടാൽ, എന്റെ മോനെ എത്ര കാലമായടാ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു, ഇന്നെങ്കിലും എന്റെ കുഞ്ഞുമോൻ വന്നല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് മാറോട് അടച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു മാതാവിനെ നമുക്കവിടെ കാണാം. ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ, ആ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചതാരാ? ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. ആ ഉമ്മ ചെയ്ത പണിയാ, ആ ഉപ്പ ചെയ്ത പണിയല്ലേ. എന്ന് പറയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, നാളെ മരണപ്പെടുപ്പോ ആ കുഞ്ഞുമോനെ നേരെ മഹശറായിൽ ആ നരകക്കുണ്ടിലേക്ക് അങ്ങ് വലിച്ചെറിയുന്ന സമയത്ത് മോൻ അവിടെ വെച്ച് പറയുമത്രേ, എനിക്ക് നീല ചിത്രങ്ങൾ കാണാൻ കാശ് തന്നത്, എന്നെ വളർത്തി നോവിച്ച, എന്നെ വലുതാക്കിയ എന്റെ ഉമ്മയാണ്. എനിക്ക് കള്ളു കുടിക്കാൻ കാശ് തന്നത്, എല്ലാ മാസവും എനിക്ക് പണം തന്നതും, എനിക്ക് ബൈക്ക് വാങ്ങാനും മദ്യപിക്കാനും കാശ് തന്നത് എന്റെ ഉമ്മയും അപ്പയുമാ. അതുകൊണ്ട് കൊണ്ടുവരി അവരെ നരകക്കുണ്ടിന്റെ അടിത്തട്ടിലിടി, അവരെ നെഞ്ചത്ത് കയറി നിന്നിട്ടെങ്കിലും ഒരല്പം ആശ്വാസം എനിക്ക് കൊള്ളാമല്ലോ എന്ന് വാവിട്ട് കരഞ്ഞു പറയുമെന്ന് പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടില്ലേ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ഇനിയെങ്കിലും കുഞ്ഞു മക്കൾക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക, അവർക്ക് ഈ മാരകായുധം വാങ്ങിക്കൊടുക്കാതിരിക്കുക. മറ്റൊന്നും എനിക്ക് അവസരത്തിൽ പറയല്ല. വളരെ പ്രധാനപ്പെട്ട അതൊക്കെ അതിന്റെ ചിത്രങ്ങളാണ് കേട്ടോ. കുട്ടികൾ മരിക്കാൻ പോണ ചിത്ര ഒരു മരണം ഇങ്ങനെ ഇപ്പൊ നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. എന്റെ വീഡിയോ ഇല്ല, അത് കണ്ടോ? ഒരു മോട്ടോർ സൈക്കിൾ വെച്ച് മറ്റൊരു മോട്ടോർ സൈക്കിളാണ് കൗട്ടാണ്, നേരെ ഒരു കണ്ടെയ്നർ ലോറിന്റെ ഉള്ളിൽ കയറുകയാണ്. 3 ജീവൻ അവിടെ പൊട്ടിത്തെറിക്കാണ്, ചതഞ്ഞാണ്ട് അരക്കുക. തലച്ചോറൊക്കെ ഇങ്ങനെ വിടർന്നിങ്ങനെ കിടക്കണ വീഡിയോക്കെ എന്റെ അടുത്ത്. ഇക്കാപ്പങ്ങൾ ആരും ഭക്ഷണം കഴിക്കൂല, നിങ്ങൾ ഉറക്ക് പോകും. ഒരു വീഡിയോ ഞാനിപ്പോ വിടുന്നില്ല, ഉമ്മമാരാ ബോധം കെട്ട് അവിടെ വീഴും. ആ രംഗം കഴിഞ്ഞാൽ ആ പാപം ഉമ്മയും പാപ്പയും കരഞ്ഞിട്ടുള്ളൊരു ഓട്ടം റോഡ് സൈഡിലേക്ക്. അപ്പൊ കാണാൻ കാക്കകൾ ഇങ്ങനെ തലത്തോറ് കൊത്തിപ്പറിക്കാതിരിക്കാൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ അവിടെ കാവലിരിക്കും. ഒരു ഹെൽമെറ്റ് വെച്ച ആ ദുരന്തം ഒഴിവായി കിട്ടോട്ട. എന്നിട്ട് മോർച്ചറി പോയിട്ടുള്ള ഒരു ചോദ്യം, ഈ കിടക്കുന്നതിൽ ഏതാണ് എന്റെ കുഞ്ഞുമോനെന്ന്. എന്താ കാരണം? അന്നിട്ട് കുപ്പായത്തിന്റെ നിറം ആ ഉമ്മാക്കറിയില്ല, അന്നിട്ട് പാന്റിന്റെ നിറവും അറിയില്ല, മുഖം വികൃതമാ, തിരിച്ചറിയുന്നില്ല ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ആ ഉമ്മ ചോദിക്കുക, ഈ കിടക്കുന്ന നിന്റെ കുട്ടി ഏതാണെന്ന് വല്ല ചോദ്യ. അതുകൊണ്ട് ഹെൽമെറ്റ് തലയിൽ കിടന്നോട്ടെ. ഈ 2 ചോദ്യം ഒഴിവായി കിട്ടും. ഗെയിം കളിക്കുന്ന കുട്ടികള് അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറിലെ മൊബൈൽ ഫോണിൽ ഉമ്മാന്റെ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഗെയിം കളിക്കുക. ഗെയിം കളിച്ച് അവസാനം മനുഷ്യനെ കൊല്ല കേട്ടോ. കൊലപാതകമൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്ക് പോണില്ല. അമേരിക്കയിലെ ഒരു കുട്ടി അച്ഛന്റെ റിവോൾവർ അലമാറയിൽ കണ്ടെടുത്തു, നേരെ കുളിക്കാണ്ട് പോയി 27 പട്ടപട്ടാത്തിൽ വെടിവെച്ചാണ്ട് കൊന്നു. കുട്ടിനെ പറ്റി അന്വേഷിച്ചപ്പോ കുട്ടി ഇത്തരം ഗെയിം കളിയിൽ 1ാം റാങ്കുകാരനായിരുന്നു.
അപ്പം ഒന്ന് പ്രവർത്തിച്ചു നോക്കിയതാണ്. തൂക്ക് കണ്ടപ്പോ ഓർമ്മ വന്നു കേട്ടോ. അപ്പൊ അത്തരം തൂക്കു കടാനുള്ള ഗെയിമൊക്കെ കുട്ടികൾ കളിക്കുമ്പോ ഇപ്പൊ തടയണം. നാളെ അവർ കൊലയാളിയാവും. അതാ 4 വയസ്സായ ഒരു കുട്ടി ഉമ്മനോട് ചോദിച്ചു, വാപ്പനോട് ചോദിച്ചേ, സൗദി അറേബ്യയിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് മലയാള ന്യൂസിൽ വന്നതാണ്. മലയാള ന്യൂസ് ജിദ്ദയില്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, സൗദി അറേബ്യ ജിദ്ദയിലെ മലയാള ന്യൂസിൽ വന്ന മലയാള വാർത്ത. 4 വയസ്സായ കുട്ടി അച്ഛനും ഉപ്പനോട് ചോദിച്ച്, എനിക്കൊരു അത്താരി ഗെയിം വാങ്ങിത്തരും. വാങ്ങിത്തരില്ലാറുണ്ട്. അതിന് മുമ്പ് കുറെ മൊബൈൽ ഗെയിം വാങ്ങിച്ചു കൊടുത്തേക്കണം. ഇത് വാങ്ങിത്തരുന്നത് 2000 റിയാലാ. പാപ്പന് പറ്റൂലാന്ന്. പാപ്പ കിടന്നുറങ്ങുമ്പോൾ പാപ്പ പോലീസുകാരനായിരുന്നു. തോക്കിലെടുത്തു, നിറവൊഴിച്ചു, കൊന്നു, വെടിയെത്താൻ കൊന്നു. 4 വയസ്സുകാരൻ. എന്താ കാരണം? ലഹരിക്കടിമപ്പെട്ടു. മദ്യം കഴിച്ചാൽ മാത്രമല്ല ലഹരി ഇട്ടാ, ഇതൊക്കെ ലഹരിയാ. ബോധ്യാലയ നിങ്ങൾക്ക് എന്തുകൊണ്ടാ സംഭവിച്ചത്? കുട്ടിയുടെ ഓരോ മഞ്ഞാളത്തിനും വാശിക്കും രക്ഷിതാക്കൾ കൂട്ടുനിന്നാൽ അവർ നാളെ ലഹരിക്കടിമപ്പെടും. പാടില്ല മോനെ, നോ ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ മക്കളെങ്കിലും എന്ത് ചോദിക്കുമ്പോ പപ്പപാർ എടുത്തു കൊടുക്കാൻ. എവിടെ നിങ്ങളെന്താ ലോട്ടറിയാ, ബാങ്കിന്റെ പണിയാ? ഇതൊന്നും അറിയാതെ അങ്ങോട്ട് എടുത്തു കൊടുക്കും. പാടില്ല. അത് അവരോട് കാണിക്കുന്ന വലിയ കൊലച്ചതിയ. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ നീ 4-5 ചിത്രം ഒന്ന് കണ്ടേ പറ്റൂട്ടോ. ഇന്നത്തെ ഈ ജനറേഷന്റെ കോലം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്ക. ലഹരി കേട്ടോ, ഒക്കെ ലഹരി. കള്ളു മാത്രമല്ല ലഹരി, പറഞ്ഞല്ലേ. ഒന്ന് ഒരു ഭ്രാന്ത് ലുക്ക്. ഇപ്പത്തെ ചെക്കന്മാരൊക്കെ നോക്കൊണ്ട് പൂട്ടുന്നതിനെ പോലെ കഞ്ചാവ് നിന്ന അമ്മാരി കേട്ടലാണെന്നറിയോ? ഞാൻ മലയാളിയുടെ ചിത്രം ഇങ്ങനെ എന്റെ അടുത്ത് മലയാളി ഉണ്ട് കേട്ടോ, പക്ഷെ കാണിക്കാത്ത എന്താ? സദസ്സിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരുണ്ടാവും. അപ്പൊ ബോധം കെടും. അത് ഉണ്ടായിക്കോ, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവരാരും ഇപ്പൊ ഒന്നും ചീത്ത അറിയില്ലല്ലോ, ഇത്തരം ഉണ്ടാവും തോന്നുന്നില്ല. ഒരു ഭ്രാന്തൻ ലുക്ക്. ഇങ്ങനത്തെ ഒരു ചെങ്കായിക്ക് IAS ഡിഗ്രി ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോലി കിട്ടില്ല. കേൾക്കണം, എന്റെ കമ്പനിയിലെ നല്ല ബിടെക് എഞ്ചിനീയർമാരെ ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് പകുതിയോളം തോറ്റു. കാരണം ലഹരിക്കടിമപ്പെട്ടുകൊണ്ട്. വലിയ എഞ്ചിനീയർമാർ എംടെക്കും ബിടെക്കും ഒക്കെ ഉള്ള ആൾക്കാർ ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ലഹരിക്കടിമപ്പെട്ടവരെ വൈറ്റ് കോളർ ജോബ് കിട്ടില്ല. 1 ലക്ഷം രൂപ മിനിമം സാലറിക്കാൻ ഞങ്ങളൊക്കെ അയച്ചതോ. അതിൽ കുറച്ച് കുട്ടികൾ തോറ്റുപോയി. കാരണം ഇതായിരുന്നു കോലം. അടുത്ത് നോക്കി നിങ്ങൾ പല്ല് പരിശോധിക്കാൻ തുടങ്ങിക്കണു. വൃത്തിയട്ട പല്ല് മുറുക്കാനും കഞ്ചും വെത്തിലാടിക്കൊക്കെ കൂടിയാണ് കയറ്റിയിട്ട് എത്ര പല്ല് തേച്ചാലും ആ നിറട് പോകില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെന്റെ സദസ്സിലുണ്ടെങ്കിൽ നാളെ നിങ്ങളെ കാണാൻ ഒരു ചെറുക്കം വരും. ഒന്ന് പരിശോധിച്ചേക്ക്. നിങ്ങളെ കെട്ടാൻ ആണ് കാണൽ ചടങ്ങ് നടത്തണം. അവിടെ വീട്ടിലേക്ക് പോകണ്ടോ, ആണിന്റെ വീട്ടിൽ പോണ്ട. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ അറിയല്ലോ. ഞാനൊക്കെ പെണ്ണെട്ടി 90-ലാ. ഞാനൊക്കെ കണ്ടിട്ട് വന്നിട്ട് എന്റെ പങ്ങന്മാരെ ഒരു കൂട്ടം അങ്ങോട്ട് പോയിട്ട് ആ പാവം പെൺകുട്ടിന്റെ ചുണ്ട് പിടിച്ചു നോക്കി, നാക്ക് പിടിച്ചു നോക്കിക്കണു, മുടി പിടിച്ചു നോക്കി, നടത്തി നോക്കി, മന്ദപ്പുണ്ട, മൊയന്തുണ്ട, കൊഞ്ഞപ്പാടുണ്ട ഒക്കെ നോക്കി വന്ന് വീട്ടിൽ വന്നിട്ട് പറയണ, മോനെ കെട്ടിക്കോടി നോക്ക്, ഇത്ര മുടി വരെ അളന്നിട്ടു, ഇത്ര നീട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കെട്ടിയെ. ഒരൊറ്റ കുട്ടി ഇന്റതൊന്നും വന്ന് പിടിച്ചു നോക്കിയില്ല. അത് എവിടുത്തെ ന്യായാണ്? ആണിനൊന്നും നോക്കണ്ടെന്ന് ആരെങ്കിലോട് പറഞ്ഞത്? ആ കാലത്ത് അങ്ങനൊക്കെ മതി. ശരിയാ, ഈ കാലത്ത് പൊന്നാര പെങ്ങന്മാരെ ഉമ്മമാരെ ആണുങ്ങൾ അങ്ങനെയൊക്കെ പിടിച്ചു നോക്കണം. എന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. പാവം എനിക്ക് കൂടി ഇനി പോവാൻ പറ്റില്ല. ഒന്നും ചെയ്യരുത് മക്കളെ. നിന്റെ കുടുംബം പോലെ പറഞ്ഞു തരികയാണ്. എന്റെ കുടുംബത്തിന് നീ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോ പെണ്ണുങ്ങൾ നിങ്ങളെ പിടിച്ചു നോക്കും, സൂക്ഷിച്ചോളി. നല്ലൊരു ജോബ് നിങ്ങൾക്ക് വേണോ, വൈറ്റ് കോളർ ജോബ് വേണോ, അന്തസ്സായ ജോലി വേണമെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ജോലി കിട്ടില്ല. ഈ ലോകത്തെ കാര്യ പറയുന്നത്, പരലോകത്തെ കാര്യമല്ല. അത് നാളെ അല്ലേ എന്ന് പറയും. ഭയന്ന് കുറെ കേട്ടിട്ട് പറയും നാളെ നിങ്ങൾക്ക് ചോദ്യം. നാളെ അല്ലേ? ഇന്ന് കഞ്ഞൊടിക്കണമെങ്കിൽ കള്ളുടിച്ചാൽ കഞ്ഞൊടിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾ ഒരു ഭർത്താവിനെ സ്വീകരിക്കുമ്പോ പരിശോധിച്ചോളി. അത് അടുത്തതാ വായുനാറ്റം. ഒരാഴ്ചയിൽ 1 നേരമെങ്കിലും മദ്യപിച്ച ഒരാളുടെ വായിൽ നിന്നും ഒരു ദുർഗന്ധം പുറത്തേക്കുണ്ട്. അത് ബീറാണെങ്കിലും ജിന്നാണെങ്കിലും ചൈത്താനാണെങ്കിലും എന്ത് കുടിച്ചാലും മണം പുറത്തേക്ക് വരും. എത്ര സ്പ്രേ അടിച്ചാലും മുറുക്കാൻ തന്നാലും ആ മണം. സ്വന്തം ഭാര്യയ്ക്ക് കെട്ടിയൊക്കെ ഒരു പെൺകുട്ടിക്ക്, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത ഒരു പെൺകുട്ടിക്ക് ആ മണം തിരിച്ചറിയും. അതുകൊണ്ട് പരിശോധിച്ചോളി. ഒരാണ് നിങ്ങളെ കാണാൻ വരുമ്പോ ഇവ മദ്യപാനിയാണെന്ന് പരിശോധിച്ചോളി. എന്നിട്ട് കെട്ടി. പാപ്പ പറയാ കെട്ടിക്ക മോളെ താലി പറഞ്ഞ സമ്മതിക്കരുത്. നിങ്ങൾക്കുണ്ട് ഒരു കണ്ടീഷൻ. ഞാനത് പറയും, പെൺകുട്ടിയെ ക്ലാസ് കൊടുക്കലുണ്ട്. ഇപ്പോ വീട്ടിൽ ഒരു അടിയൊക്കെ നടന്നിട്ടുണ്ടെന്നിട്ട്. അതുകൊണ്ട് പരിശോധിച്ചോളി. മണുണ്ട്, നാറുന്ന ആൾക്കാർ വരും. അടുത്ത് നോക്കിക്കോ. യോയോ വരും. ഇപ്പോ 350 റുപ്യക്ക് സൂപ്പർ ഗുളിട്ട് വരും. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, എന്റെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. മുടി ഇങ്ങനെ സൂപ്പർ ഗുളിട്ട് നീച്ചുന്നൊരു കണ്ടൊരു പോലോ 350 ആണല്ലോ അങ്ങനെ ഇടാൻ. ബാർബർ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ആളാണല്ലോ. ഇങ്ങനെ വേട്ടാളം, തേള്, ഞണ്ട്, കരിക്കുന്നനൊക്കെ അങ്ങനെ വരയ്ക്കും. അങ്ങനെ ഒരു ഭയങ്കര രസമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ അങ്ങനെ വരച്ചു കൊടുക്കും. വലിയ കുട്ടിയാവുമ്പോ എന്താ ഉണ്ടാവുക? എന്തിന് തലയിൽ ഹെൽമെറ്റ് വെക്കൂല ഈ 350 റുപ്യക്ക് സൂപ്പർ ഗുളിട്ടാ? കാരണം ഹെൽമെറ്റ് വെച്ചാണ്ട് തുളിഞ്ഞു പോകില്ലേ. അപ്പൊ അങ്ങനെ ഹെൽമെറ്റ് വെക്കാതെ ഇങ്ങനെ പോയപ്പോ പോലീസ് പിടിച്ചാ പറയണെന്താ? അതിന്റെ കാമുകി അപ്പുറത്തുണ്ട്, ഓളിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നു വെച്ചേക്കണം. ഇവന്റെ തലച്ചോറിന് എത്ര 350? അതും എനിക്കറിയില്ല. ഏതായിക്കോട്ടെ, അങ്ങനത്തെ കുറെ കോലായിട്ട് യോയോ അറിഞ്ഞ മോഡലായിട്ട് പെണ്ണ് കാണാൻ വരും. വിട്ട മോനെ വണ്ടി, അടുത്ത ബസ്സിൽ ഞാൻ വരാന്ന് പറയുന്നത്. 10 പേരും വരും കേട്ടോ. വേറെ മുടി ചെറിയ കുട്ടിയാവുമ്പോ ഞാനോട് കരിക്കുന്നത്, അത് വലുതായ ആ സാധനം വലുതാകും. കണ്ടില്ലെങ്കിൽ പെരിച്ചായി ഓന്തൊക്കെ കയറിയിട്ട് തലയിൽ
ഇങ്ങനെ കുറെ യോയോ മനുഷ്യന്മാരിറങ്ങിക്കണം. എന്നിട്ട് ഇതൊക്കെ കോലം കെട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ കയ്യൊടുക്ക ഉഷാറായിട്ടാണ് ആ കള്ളക്കൊന്ന് കൊടുക്കയിട്ടല്ലേ. ഉഷാറായി നന്നായി എന്റെ മോൻ ഭയങ്കര ബുദ്ധി, വാപ്പാക്ക് ഇത്ര ഫാഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ഉമ്മ പറഞ്ഞു, ഞാൻ കേട്ടതാ, ഇവന്റെ മോന്റെ ഫാഷൻ ഒന്നും തന്നിട്ടില്ല കേട്ടോ. ഭയങ്കര സംഭവം അത്രേ. ഇത് ലഹരിയാണ്, വേശ്യാലയത്തിന് തുല്യമാണെന്ന് ഈ തള്ളക്ക് അറിയുന്നില്ല. ഞാൻ തള്ളാന്ന് പറയുന്നതാണെന്നറിയോ? അധികം ഈ യോയോ കൂടുന്നത് വാപ്പ ഗൾഫിൽ ഉമ്മ നാട്ടിലുള്ള ഒരു കേട്ടോ. രണ്ടാളും ഇവിടെ നാട്ടിലാണ്. ഇത്ര വലിയ മൃഗങ്ങളൊന്നും വരില്ല. കുഞ്ഞ് ഞാഞ്ഞോളും കരിക്കുന്നതിനൊക്കെ വരും. പെരിച്ചായി ഓന്തൊന്നും കയറിയിരിക്കൂല. കുറച്ചൊക്കെ ഉണ്ട്. രണ്ടാളും കൂടി നാട്ടിലുണ്ടെങ്കിലും ഉണ്ട്. ഉമ്മമാര് ഉപ്പമാര് പറഞ്ഞു കൊടുത്തി കുട്ടികൾക്ക് ഇത് ശരിയല്ല, ഇത് ആധുനിക പ്രൊഫഷണൽ ജോലിക്ക് ചേർന്നതല്ല. തെരുവ് വേശ്യകളുടെ കോലമാ, കൗബോയികളുടെ കോലമാ, തെരുവ് തെണ്ടികളുടെ കോലമാ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ ലക്ഷണ. അത്തരം കമ്മിറ്റിയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോണത്. അതുകൊണ്ട് നമ്മൾ എതിർക്കണം. അടുത്തു പോയി കൊടിഞ്ഞ് കുറെ ആഭരണം ചങ്ങലൊക്കെ കെട്ടി ചടക്കാൻ തുടങ്ങുക. ഇത് ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യാനിയിലും ഒക്കെ ഉണ്ട്. കൊടക്കെടുക്കാൻ കാതിൽ കമ്മല, പുക്കളിൽ കമ്മല, പിന്നെ മൂക്കില് കമ്മല്, പറയാൻ പാടില്ലാത്തോടത്തും കമ്മല്, കുറെ ചൂടിക്കയറ്. എന്നിട്ട് പറയാം അമ്പലത്തിൽ നിന്ന് മന്ത്രി ചൂടി കെട്ടിയ, പള്ളിയിൽ നിന്ന് ഉസ്താദ് പൂജിച്ച് കെട്ടിയ പോലൊക്കെ. ഇത് അമ്പലത്തിന്നുമല്ല, പള്ളിന്നുമല്ല, ബാറിന്നും ഓവലത്തിന്റെ ചോട്ടൊന്നും കിട്ടുന്നതാ. എന്നിട്ട് പറയാ ഇത് സുന്നത്താണ്, അല്ലെങ്കിൽ മന്ത്രിച്ചാൽ ഒന്നുമല്ല, ഭ്രാന്തിന്റെ ലക്ഷണ. പറയണം നിങ്ങൾ, ഇത് ഭ്രാന്തിന്റെ ലക്ഷണ, ലഹരിക്കടിമപ്പെട്ടവന്റെ ലക്ഷണ. ഒരു തരടോ ഒരു ഐക്കല്ലോ എവിടെയും കെട്ടുന്നതുകൊണ്ടോട് ഞാൻ എതിരല്ല. ഞാനൊരു സുന്നിയാട്ടോ, ഞാനത് കെട്ടും ചെയ്യും, കെട്ടാൻ എന്റെ കുടുംബത്തോട് പറയും ചെയ്യും. അതിന് ഞാൻ എതിരല്ലേ. പക്ഷെ ഇത് ഭ്രാന്താണ് കേട്ടോ. ഞാൻ ഇതിനെ പറ്റിയാ പറഞ്ഞു. ഇതാ ആഭരണ മത്സരത്തിൽ 1ാം സ്ഥാനം ഇന്ത്യക്ക്. ഇതാ ജട്ടി മത്സരം കണ്ടോ നിങ്ങൾ, യുവാക്കളുടെ ജട്ടി മത്സരം. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, വെള്ള ചോപ്പ് മഞ്ഞ കറുപ്പ് എന്നാ പറഞ്ഞത്. ഡിസ്പോസിബിൾ ജഡ്ഡി, ഊര വലിച്ചെറിയ, പിന്നീട് വലിച്ചെറിയ, തിരുമ്പൂല, കാരണം തിരുമ്പാൻ പറ്റില്ല ഈ ജഡ്ഡി. അങ്ങനത്തെ ആണ്. എന്നിട്ട് പുറത്തുനിന്ന് പാന്റ് ഇങ്ങനെ താഴ്ത്തും, ഇതും ഇങ്ങനെ മേലക്കും. ഇതൊക്കെ വിദേശത്താ. ഈ മലയാളത്തിന്റെ കാണാൻ നിങ്ങൾക്ക് കേരളത്തിന്റെ നമ്മുടെ നാടൻ കുട്ടിയോടെ ഇതാ കണ്ടോളെ. ഇതാ ഒരു പാന്റിന്റെ താഴെ കുണ്ടിക്ക് താഴെ ബെൽറ്റ് കെട്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന ഓരോ പരിപാടി. ഇത് നോക്കാണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലതൊന്നും. ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇടക്കിടക്കിന് കേറ്റു. ഈ കുട്ടികൾക്ക് അപ്പിട്ടിട്ടുള്ള പമ്പേഴ്സ് കെട്ടിയിട്ടുള്ള ഒരു ആട്ടം, അടിയിലിങ്ങനെ സാധനം ഇങ്ങനെ തൂങ്ങുമ്പോ എന്ന പോലെ ഇങ്ങനെ ആടുന്നതാണ്. മുട്ടിന്റെ താഴെ തുന്നി കൂട്ടിയിട്ടുണ്ട്. അവര് കൊണ്ട് ഓടാനും ഒരു പട്ടിയാണ് കൊരട്ട കമന്ന് കെട്ടി വീഴോട്ട വെച്ചത്. ബസ് കയറി നടക്കണ വലിയ 2 കാലം കൂടെ സാധനമാണ്. ഈ തെരു മറ്റേ കൗമേര് തളപ്പിട്ടൊരു കയറ്റില്ല എന്ന വൈദ്യ അവര് ബസ് കയറില്ല. കണ്ടിട്ടുള്ളത് 2 കൊടുത്തറച്ച് കാരണം കാലിങ്ങോട്ട് അടക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ആക്കായിട്ട് ആക്കാൻ പറ്റില്ല, കാരണം മുട്ട് വരെ തുന്നിയിട്ടുണ്ടാവും. എവിടുന്നാണ് ഈ കോലം വന്ന് നിങ്ങൾക്കറിയോ? അത് കേട്ടോളി. ആൺവേശ്യാലയത്തിൽ വന്നതാ. ആഫ്രിക്കയിലെ ആൺവേശ്യാലയം നടത്തുന്ന ഒരു പടം ഇറങ്ങി. ആ പടത്തിലെ ഈ മോഡല് അത് കണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദി പടത്തിൽ വന്നു. ഹിന്ദിക്കാർ കുറെ ഡൽഹി ബോംബെ ആൾക്കാർ ഈ കോലം കെട്ടി. അത് വിജയിച്ചു. നമ്മുടെ കേരളത്തിലും ഈ പടം ഇറങ്ങിയപ്പോ ആ ആൺവേശ്യയുടെ കോലം എന്തെന്നറിയാത്ത പാവമാധ്യമാരുടെയും നമ്മുടെയും നല്ല മക്കൾ ഈ കോലത്ത് വരിക. ആൺവേശ്യ ഈജിതകൾ ഹോങ്കോങ്ങിലുണ്ട്. പിന്നെ കൗലൂൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കംപ്ലീറ്റ് ഈ ടൈപ്പ്. അവിടെ ഈജിത കേട്ടില്ലേ? അവരാണ് ഈ കോലം ഇറക്കിയത്. അതുകൊണ്ട് ആൺവേശ്യയുടെ കോലമാണെന്നും നമുക്ക് ചേർന്നതല്ല, അന്തസ്സിന് ചേർന്നതല്ല എന്നും പ്രിയപ്പെട്ട ഉമ്മമാര് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. ആ അണ്ട ഇറങ്ങിയ ജീൻസ് വലിച്ചു കയറ്റാതിരിക്കുക. അതിങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ഒഴിവാവും. ഏതൊരു പോലീസുകാരുണ്ടായിരുന്നു SI തൃശ്ശൂരിൽ, ഒരു കത്തിരേറ്റ് ഇങ്ങനെ നടക്കും. ഇങ്ങനത്തെ കണ്ടാൽ ഇവിടെ ഓടാ ഇറങ്ങിട്ട് വരും. ഒറ്റ വട്ട താഴെ ഇടക്കിടക്ക് വെട്ടിവിടും. കാരണം വെട്ടിയവന് ഓടാം, വെട്ടിയവന് ഓടാൻ പറ്റില്ലല്ലോ. നീ ഓടടാന്ന് പറയും. ഓൻ തീരെ ഓടില്ല, കാരണം നാണം കൊണ്ട് ബുക്ക് മറച്ച് അവിടെ വെക്കും. അതിലാണ് എരുത്തുള്ളൊരു വീരാങ്കാക്ക എന്നത് കാണും, ഈ വെട്ടല് കാണും. സാറെ സൂക്ഷിച്ച് പട്ടണത്താ മേലെ കയറി പിടിക്കും. അയാൾ പറഞ്ഞു ഒരിക്കലും പിടിക്കില്ല, അതൊക്കെ എത്രയോ മേലെയാണ്, ഇത് ഒരുപാട് താഴെ. ഞാൻ താഴെയല്ലേടാ മോനെ വിട്ടുള്ള നോക്കാം. എന്നിട്ട് ഈ ആ കുട്ടീനെ അതേ പോലീസ് വണ്ടിയിൽ വെച്ചിട്ട് പറയും എവിടെടാ തന്ത, വിട് വണ്ടി വീട്ടിലേക്ക്. തന്ത ഗൾഫിലാണ്, തള്ളേന്ന് വിടല. ഓൾക്കാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതിൽ ഉമ്മാനോട് വിളിക്കും, ഇതാ മോനെ ഇമാതിരി പാൻറ്റെങ്ങാനും ഇന്നിട്ട് വിട്ട നെന്തതും വെട്ടോടി എന്ന് പറയാൻ കത്തിയിട്ട് കിടക്കണം എന്ന് പറയുന്നത്. പേടിപ്പിച്ചിട്ട് പോയോ കൈ കാലം പറിച്ച് ഒരു വേറെ ശിക്ഷയൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ നാട്ടിലും തുടങ്ങണം. അതുകൊണ്ട് ഈ രംഗം ഇത് കണ്ടാൽ നിങ്ങൾ അതിനെ എതിർക്കണം. അത് പാടില്ല. അതുകൊണ്ട് ആ പാൻറ്റുകളൊക്കെ ഒരു തലക്കാണിയറയിൽ കയറ്റിക്കൊളിപ്പോ തന്നെ. ഭാവിയിൽ ഒരു 5 വയസ്സാകുമ്പോ അവരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. കത്തിക്കണ്ട, തലക്കാണിയറയിൽ കയറ്റണം. നല്ല എന്റെ ഉമ്മൊക്കെ പണ്ട് കുറെ തലക്കാണിയറയിൽ കൊഴുത്തപ്പോ കിട്ടി. അതുകൊണ്ട് നാളെ 50 കൊല്ലം കഴിഞ്ഞാൽ ഒരു മോഡലാക്കിയിട്ട് നമുക്ക് എക്സിബിഷനിൽ വെക്കാം. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ഒരു പരിഹാരം കൂടി പറഞ്ഞിട്ട് ഒന്നുമല്ല, പരിഹാരം ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ഉമ്മ പറഞ്ഞു തന്ന പരിഹാരം.
എന്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് പറഞ്ഞു തന്ന പരിഹാരം അത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. എനിക്ക് എന്റെ ഉപ്പ പറഞ്ഞെന്ന് ഞാൻ എന്റെ മക്കളിലേക്ക് കൊടുക്കുക. 7 വയസ്സാവുമ്പോ എന്റെ വിരലും പിടിച്ച് അച്ചിപ്പുറ മഹൽ, നിങ്ങൾക്ക് അറിയാം അച്ചിപ്പുറ, രണ്ടത്താണി അച്ചിപ്പുറ, പേര് കേട്ട സ്ഥല. അച്ചിപ്പുറ മഹലിലേക്ക് എന്റെ ഉപ്പ എന്റെ കുഞ്ഞു വിരലും പിടിച്ചെന്ന് കൊണ്ടുപോകും. പ്രാക്ടിക്കല്, തിയറിയല്ല, പ്രാക്ടിക്കല്. പള്ളിയിലെ ദർസിൽ ഓതി പഠിച്ചതല്ല, മദ്രസിൽ അധ്യാപകർ പറഞ്ഞു തന്നല്ല. എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്റെ കുഞ്ഞു വിരൽ പിടിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. കൊണ്ടുപോയി പള്ളിയിലേക്ക് വെള്ളിയാഴ്ച 11 മണിക്ക് ജുമഅക്ക് പോകും. അന്ന് സ്കൂളില്ല, മാപ്പിള സ്കൂളാണ് എന്റെ സ്കൂള്. കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് എന്റെ ഉപ്പ പറയും, വാ മോനെ എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് പോവാണ് നീ. ഉപ്പാന്റെ ഉപ്പ മരിച്ചത്, എന്റെ ഉപ്പാന്റെ പേര് മുഹമ്മദ്, മുഹമ്മദിന്റെ ഉപ്പാന്റെ പേര് അലവി, അലവി മരിച്ചത് ഉപ്പാന്റെ 20 വയസ്സിലാ. ഒരുപാട് ചെറുപ്പ, ഞാൻ ഒരിക്കലും കാണൂല. എന്നിട്ട് പറയാ, ഞാൻ എന്റെ ഉപ്പയെ നിനക്ക് കാണിച്ചു തരാ, നീ വാടാ എന്നും പറഞ്ഞ് കബറാളുകളുടെ ഇടയിലൂടെ എന്റെ വിരലും പിടിച്ചു കൊണ്ടുപോയി ഒരു കബറിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയും, മോനെ നീ കൈ പൊക്കിപ്പിടി, ആമീൻ പറ, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട പിതാവ് പച്ച മലയാളത്തിൽ എന്റെ 7 വയസ്സിൽ ഞാൻ പഠിച്ചതുമായ പടച്ച റബ്ബേ എന്റെ പ്രിയപ്പെട്ട പിതാവിന് പൊറത്തു കൊടുക്കണേ നാഥാ, ഞാനും നാളെ മരണപ്പെടും, എന്നെയും ഈ ഖബറിലടക്കം ചെയ്യും. ആ സമയത്ത് എനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കുഞ്ഞുമോനാക്കി ഇവന് നീ മാറ്റണമേ അല്ലാഹ് പറഞ്ഞ് എന്റെ തലയിൽ കയ്യിൽ വെച്ചിട്ട് വറച്ചോന സുമ്മ വല്ലാഹി എന്റെ ഉപ്പ ദുആ ചെയ്തത്. ഞാനും അങ്ങ് ആമി പറഞ്ഞു. ഒന്നും മനസ്സിലാക്കാത്ത 7 വയസ്സുകാരൻ. വർഷങ്ങൾ അങ്ങ് കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു. ഓരോ ദിവസവും 5 നേരമില്ലെങ്കിലും ഇടക്കിടക്ക് നോട്ടോള്ളി വെള്ളിയാഴ്ച ഇടക്കിടക്ക് ആ മഹലിലേക്ക് തന്നെ പോകും. പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് പോകും ആ കബറിന്റെ അടുത്തേക്ക്. അതിനു മുമ്പ് ഉമ്മാന്റെ അടുത്തേക്ക് പോകും. കാരണം മടിയിൽ കിടന്ന് പടഞ്ഞു മരിച്ച ഉമ്മന്റെ അടുത്തേക്ക് പോകും. മറന്നിട്ടില്ല ഒന്നും. 33 കൊല്ലായിട്ടും ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് എന്റെ ഉപ്പ പഠിപ്പിച്ച ആ ദുആ ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കും. അത് കഴിഞ്ഞ് എന്റെ ഉപ്പാന്റെ അടുത്തേക്ക് വന്ന് ദുആ ചെയ്യും. വർഷങ്ങൾ കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ട ഞാനും വിവാഹം കഴിച്ചു. എനിക്കും കിട്ടിയ ഒരു കുട്ടിയെ, ആ കുഞ്ഞുമോൻ 3ാമത്തെ കുട്ടി അടുത്താ വന്നത്. 3ാമത്തെ മോന് 7 വയസ്സായപ്പോ പിടിച്ചു ഞാൻ അവന്റെ കുഞ്ഞുവരല് അതേ മഹലിലേക്ക് എന്റെ ഉപ്പ നടന്ന കാൽപ്പാടുകൾ പിന്തിട്ട് പുല്ലുകളൊക്കെ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു നിന്ന് ആ വഴിയിലൂടെ ഞാൻ അങ്ങ് പോയി. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് പോയി അങ്ങ് ദുആ ചെയ്തിട്ട് പറഞ്ഞു, മോനെ നീ ആമീൻ പറ. എന്റെ ഉപ്പ കാണിച്ചെന്നാ പറയുന്നത്. ആമീൻ പറയട്ടോ. ഞാൻ അങ്ങ് ദ്വാരുന്നു, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ നാഥാ, നാളെ ഞാനും മരിക്കും, എന്നെയും ഈ ഖബറിലടക്കം ചെയ്യും. ആ സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു കുട്ടിയാക്കി എന്റെ സിനാൻ ജാവേദ് മോനെ നീ മാറ്റണേ അല്ലാ എന്നും പറഞ്ഞങ്ങ് എന്റെ പുറത്തങ്ങ് തൊട്ട സമയത്ത് കിടുകിടാ അവനങ്ങ് പൊട്ടിക്കരഞ്ഞു. 7 വയസ്സായ കുട്ടി. ഞാൻ സംസാരം കരഞ്ഞിട്ടില്ല, കരഞ്ഞു. മോനെ സമാധാനപ്പെടു എന്ന് പറഞ്ഞപ്പോഴും തേങ്ങി 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 കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അടുത്ത് ദുആ ചെയ്യുന്ന ആളുകളൊക്കെ ഓടി വന്നു. എന്താ ഈ കുട്ടി ഇങ്ങനെ കരയണം, എന്താ ഈ കുട്ടി കരയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവസാനം അവന്റെ ചുണ്ടുകൊണ്ട് പറഞ്ഞ വാക്യത, ഉപ്പയല്ലേ, ഉപ്പ നാളെ മരിക്കുമെന്ന്. ആ സമയത്ത് എന്റെ കുഞ്ഞുവരല് പിടിച്ച് അങ്ങാടിയിലേക്ക് പോകാൻ എനിക്ക് ഉപ്പയില്ലാതാവുമല്ലോ എന്നോർത്ത് കരഞ്ഞതാ. മോനെ നാളെ എന്നതിനർത്ഥം ഒരു നാളെന്ന, ഒരു ദിവസം എന്ന, നാളെ എന്നല്ലടാ എന്നങ്ങ് പറഞ്ഞപ്പോഴാ അവന്റെ ചെറു പുഞ്ചിരി ഞാൻ കണ്ടത്. സുമ്മ വല്ലാഹി, ഞാൻ സത്യ പറയുന്നത്, നാളെ ഞാൻ മരിച്ചാൽ എന്റെ മകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. കാരണം എന്റെ ഉപ്പയ്ക്ക് വേണ്ടി കാണിച്ചു തന്നതാ. മദ്രസ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചതല്ല, പ്രഭാഷണങ്ങളിൽ നിന്നും പഠിച്ചതല്ല. എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ബുദ്ധിയില്ലാത്ത സമയത്ത് എന്റെ കാലോലിച്ച് എന്നെ പോറ്റി വളർത്തിയ കുഞ്ഞു വിരല് പിടിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയതും എനിക്ക് വേണ്ടി ദുആ ചെയ്തതും എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എന്റെ കുഞ്ഞുമോൻ അത് ഞാൻ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എന്റെ മോനും എനിക്ക് വേണ്ടി ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതല്ലേ പകർത്തേണ്ടത്. പ്രവൃത്തി ഒരുപാട് വയലുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രഭാഷണത്തിലെ ക്ലാസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം മക്കൾക്കൊരു റോൾ മോഡലാകാൻ ഏതൊരു മാതാവും പിതാവിനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാ, ഒരു പ്രയോജനമില്ല. അവരെങ്ങനെ ജീവിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മുന്നോട്ട് വരണമെന്ന് ആമുഖമായി അവസാനമായി എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് മാത്രമേ എനിക്ക് പ്രതിഫലമായി കിട്ടൂ. അല്ലാതെ ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറായി ഇങ്ങനെ ക്ലാസ് എടുക്കുന്നവനല്ല. ഈ മഹത്തായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ ആളുകളുടെ ദുആ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും ഒരു സമയമെങ്കിലും ഒരു സന്തോഷം കിട്ടിയാൽ അതാണ് ഈ ലോകത്തേക്ക് എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.